ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ജീവിതത്തിലെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് വീഴാതിരിക്കുന്നതിലല്ല, മറിച്ച് വീഴുമ്പോഴെല്ലാം ആ വീഴ്ചയിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേൽക്കുന്നതിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. വീഴ്ച പറ്റാത്തവരാരുമില്ല. പക്ഷേ ആ വീഴ്ചകൾ തിരുത്തപ്പെടണം. ആ വീഴ്ചകളിൽ നിന്ന് നമുക്ക് കയറി പോരാനായിട്ട് കഴിയണം. കഴിഞ്ഞ കാലങ്ങളിലെ ദുരനുഭവങ്ങളിൽ നിന്ന് നമുക്ക് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു മാനസികാവസ്ഥ നമ്മൾക്ക് ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഡൊമസ്റ്റിക് വയലൻസ് ആക്റ്റ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതിലെ കുറച്ച് പോർഷൻ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ അടുത്ത ഒരു ഡെഫിനിഷൻ, അതായത് റെസ്പോണ്ടന്റ്, നമ്മൾ പലപ്പോഴും റെസ്പോണ്ടന്റ് എന്ന് പറയുന്ന ഒരു ആശയം പറയുന്നുണ്ട്. അപ്പൊ ആരാണ് ഈ റെസ്പോണ്ടന്റ്? റെസ്പോണ്ടന്റ് ടു ക്ലോസ് സ്മോൾ ക്യൂയിലാണ് റെസ്പോണ്ടന്റ് എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള വിശദീകരണം നമ്മളുടെ ആക്ടിൽ പറയുന്നത്, ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിൽ പറയുന്നത്. ആരാണ് ഈ റെസ്പോണ്ടന്റ്? ഇറ്റ് മീൻസ് എനി അഡൾട്ട് മെയിൽ പേഴ്സൺ who is or has been in domestic relationship with the aggrieved person and against whom the aggrieved person has sought any relief under this act. അപ്പൊ എന്താണ് aggrieved? ഈ റെസ്പോണ്ടന്റ് എന്ന് പറഞ്ഞാൽ എനി അഡൾട്ട് മെയിൽ പേഴ്സൺ. ഡെഫിനിഷൻ പറയുന്നത് എനി അഡൾട്ട് മെയിൽ പേഴ്സൺ. അപ്പൊ ഏതൊരു അഡൾട്ട് മെയിൽ പേഴ്സണും ആരാണ്? റെസ്പോണ്ടന്റ് എന്ന് പറയുന്ന പട്ടികയിൽ വരൂ എന്ന് പറയുന്നു. ഹു ഈസ് ഓർ ഹാസ് ബീൻ ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് വിത്ത് എഗ്രീവ്ഡ് പേഴ്സൺ. ഈ എഗ്രീവ്ഡ് പേഴ്സൺ നമ്മൾ ഇന്നലെ പഠിച്ച 2 ക്ലോസ് എയിൽ പറയുന്ന എഗ്രീവ്ഡ് പേഴ്സൺ അഥവാ ഈ വുമണുമായിട്ട് ഒരു ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് ഉള്ള ഒരു അഡൾട്ട് മെയിൽ പേഴ്സണെയാണ് റെസ്പോണ്ടന്റ് എന്ന് പറയുന്നത്. വെറുതെ ഒരു അഡൾട്ട് മെയിൽ പേഴ്സൺ എന്ന് മാത്രമല്ല, ഹു ഈസ് ഓർ ഹാസ് ബീൻ ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് വിത്ത് ഹൂം? വിത്ത് എഗ്രീവ്ഡ് വുമൺ അല്ലെങ്കിൽ എഗ്രീവ്ഡ് പേഴ്സൺ. രണ്ടാമത് പറയുന്നത് എഗെയിൻസ്റ്റ് ഹൂം ദ എഗ്രീവ്ഡ് പേഴ്സൺ ഹാസ് സോട്ട് എനി റിലീഫ് അണ്ടർ ദിസ് ആക്ട്. അവർക്കെതിരെ against whom the aggrieved person has sought any relief under this act. ഈ ആക്ട് പ്രകാരമുള്ള റിലീഫ് ആവശ്യപ്പെടുന്നു എഗ്രീവ്ഡ് പേഴ്സൺ അത്തരത്തിലുള്ള ആളുകൾക്കെതിരെ. അതായത് എഗ്രീവ്ഡ് വുമൺ ആർക്കെതിരെയാണോ റിലീഫ് ആവശ്യപ്പെടുന്നത് ആ ആളെയാണ് എന്ത് പേര് വിളിക്കുക? റെസ്പോണ്ടന്റ്. അപ്പൊ എനി അഡൾട്ട് മെയിൽ പേഴ്സൺ. രണ്ടാമത് പറയുന്നത് against whom the aggrieved person sought any relief. Aggrieved woman sought any relief. Aggrieved woman റിലീഫ് ആവശ്യപ്പെട്ടുകൊണ്ട് ആർക്കെതിരെയാണോ റിലീഫ് ആവശ്യപ്പെടുന്നത്, ആരുടെ സംരക്ഷണമാണോ, ആരുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാനാണോ റിലീഫ് ആവശ്യപ്പെടുന്നത് ആ ആളെയാണ് എന്ത് പേര് വിളിക്കുക? റെസ്പോണ്ടന്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ ഏതൊരു അഡൾട്ട് മെയിൽ പേഴ്സൺ എന്നുള്ളതാണ് അതിൽ പറയുന്നത്. പക്ഷേ ഈ അഡൾട്ട് മെയിൽ പേഴ്സൺ എന്ന് പറയുമ്പോൾ ഈ ഗാർഹിക നിയമപ്രകാരം ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് പറയുമ്പോൾ ഈ പറയുന്ന ഈ ഭർത്താവിൻ്റെ മറ്റുള്ള ആളുകൾ ആരെങ്കിലും, അതായത് ഭർത്താവിൻ്റെ സഹോദരിയോ അതല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മയോ, അതായത് ഈ അമ്മായിയമ്മയോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരപ്പോൾ ഇതിന്റെ പരിധിയിൽ വരും. അപ്പൊ അവർക്കെതിരെ റിലീഫ് നമുക്ക് ആവശ്യപ്പെടാൻ കഴിയില്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉത്ഭവിക്കുന്നുണ്ട്. അതായത് അഡൾട്ട് മെയിൽ പേഴ്സൺ മാത്രമാണ് പറയുന്നത്. അപ്പൊ ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ അവര് വരുമോ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാകാം. ഈ ചോദ്യം തന്നെ കോടതിക്കും അത് വ്യാഖ്യാനിക്കുന്നതിൽ കടന്നു വന്നു. എനി അഡൾട്ട് മെയിൽ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ അത് ശരിയാകുന്നില്ലല്ലോ എന്നുള്ള ഒരു തോന്നൽ വന്നു. അങ്ങനെയാണ് സുപ്രീം കോടതി എന്ത് ചെയ്തു? 2016 ഹീരൽ വേഴ്സസ് കുസും എന്ന് പറയുന്ന കേസിൽ പറഞ്ഞു. ഹീരൽ വേഴ്സസ് കുസും. ഏതാ കേസ്? ഹീരൽ വേഴ്സസ് കുസും എന്ന് പറയുന്ന ആ കേസിലൂടെ സുപ്രീം കോടതി 2016 പറഞ്ഞു
aggrieved person can complain against the female respondent also. എന്താണ്? ഫീമെയിൽ റെസ്പോണ്ടന്റും കൂടി കടന്നു വരുമെന്ന് പറഞ്ഞു. അതായത് ഈ 2 ആർട്ടിക്കിൾ 14 വയലേഷൻ ആണ് എന്ന് പറഞ്ഞു കോടതി. അതായത് എല്ലാവരും ഈക്വൽ പ്രൊട്ടക്ഷൻ, ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, അതാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. ഈ ആർട്ടിക്കിൾ 14 വയലേഷൻ ആണ്. കാരണം ഇവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ വന്നു, മെയിൽ അഡൾട്ട് പേഴ്സൺ, അപ്പൊ ഫീമെയിൽ വരത്തില്ല എന്നുള്ളത് വന്നു കഴിഞ്ഞപ്പോൾ ആ 2 സ്ട്രക്ക് ഡൗൺ ചെയ്തു. അതായത് അത് റദ്ദ് ചെയ്തു കോടതി. എന്നിട്ട് കോടതി കുറച്ചുകൂടി വ്യാഖ്യാനിച്ചു പറഞ്ഞു, ഇറ്റ് ഇൻക്ലൂഡ് ഫീമെയിൽ റെസ്പോണ്ടൻസ് ഓൾസോ. അപ്പൊ നമ്മുടെ ആ കൺഫ്യൂഷൻ മാറി. അപ്പോ മെയിൽ പേഴ്സണും വരും, അതേപോലെ ഫീമെയിൽ പേഴ്സണും അതിൽ റെസ്പോണ്ടന്റ് ആയിട്ട് വരും എന്നർത്ഥം. അതായത് ഏതെങ്കിലും ഗാർഹിക ഡൊമസ്റ്റിക് വയലൻസ് നടന്നു കഴിഞ്ഞാൽ ആ ഭർത്താവിന്റെ അമ്മയെയും അവരുടെ സഹോദരി ഉണ്ടെങ്കിൽ അവരെയും അവർ വേറെ ആരൊക്കെ ഉണ്ടോ അവരെ എല്ലാം നമുക്ക് കക്ഷി ചേർക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഈ 2016 സുപ്രധാനമായ വിധിയിലൂടെ കോടതി മുന്നോട്ട് വെച്ചത്. അപ്പോൾ ആരാണ് റെസ്പോണ്ടന്റ് എന്ന് ഇപ്പൊ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ പറയാൻ പറ്റും? ഇറ്റ് ഇൻക്ലൂഡ് മെയിൽ ആൻഡ് ഫീമെയിൽ റെസ്പോണ്ടൻസ് എന്ന് നമുക്ക് പറയാൻ കഴിയും. മെയിലും വരും ഫീമെയിലും വരും എന്നുള്ളതാണ്. അപ്പൊ കൺഫ്യൂഷൻ മാറി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ റെസ്പോണ്ടന്റ് എന്ന് പറഞ്ഞാൽ വിശദീകരണം, അതായത് ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത് ചോദിക്കുവാണ്, റെസ്പോണ്ടന്റ് എന്ന് പറയുന്നത് ഏത് സെക്ഷനിലാണ് കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ 2 ഓഫ് ദി DV ആക്ട്, ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന്റെ സെക്ഷൻ 2 വ്യക്തവും കൃത്യവുമായിട്ട് റെസ്പോണ്ടന്റ് എന്ന് പറയുന്ന നിർവചനം പറയുന്നു. അപ്പൊ അതും നമ്മൾ പഠിക്കണം. പിന്നെ കോടതി കണ്ടെത്തിയ കാര്യങ്ങൾ, നിയമത്തിൽ ഉണ്ടാകുന്ന വികലതകൾ പരിഹരിക്കാനായിട്ടാണ് കോടതി. അപ്പൊ കോടതി അത് ഇന്റർപ്രറ്റ് ചെയ്യും. അങ്ങനെ ആ ഇന്റർപ്രിട്ടേഷൻ ആണ് കോടതി 2016 കൊടുത്തത്. അതായത് കോടതി റീഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കോടതിക്ക് മനസ്സിലായി മെയിൽ അഡൾട്ട് മെയിൽ പേഴ്സൺ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ, ആർട്ടിക്കിൾ 14 വയലേഷൻ വന്നു എന്ന് കോടതി കണ്ടെത്തുകയും കോടതി അത് സ്ട്രക്ക് ഡൗൺ ചെയ്തിട്ട് പറഞ്ഞു എന്താണ്, അതിൽ ആരുകൂടി വരും? ഫീമെയിൽ റെസ്പോണ്ട്. അപ്പൊ ഏത് കേസിലാണ്? ഹീരൽ വേഴ്സസ് കുസും. മനസ്സിലായി? അപ്പൊ റെസ്പോണ്ടന്റ് എന്ന് പറഞ്ഞാൽ എനി അഡൾട്ട് മെയിൽ പേഴ്സൺ ആൻഡ് ഫീമെയിൽ റെസ്പോണ്ടൻസ് ആർ ഓൾസോ ഇൻക്ലൂഡഡ് അണ്ടർ ദ കാറ്റഗറി ഓഫ് ദി റെസ്പോണ്ടന്റ് എന്ന് പറയുന്ന ഇതിൽ വരും എന്നുള്ളത് ഓർത്തു വെക്കുക. ഇനി അടുത്ത ഒരു സംഭവമാണ് ഷെയർഡ് ഹൗസ് ഹോൾഡ്. നമ്മൾ പഠിച്ച ഒരു ഡെഫിനിഷൻ, ഷെയർഡ് ഹൗസ് ഹോൾഡ്. എന്താണ് ഈ ഷെയർഡ് ഹൗസ് ഹോൾഡ്? അതായത് ഒരു കൂരക്ക് കീഴിൽ താമസിക്കുന്നു എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 2(2)(s) ആണ്. സെക്ഷൻ 2(2)(s)ലാണ് എന്ത് പറയുന്നത്? ഷെയർഡ് ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഹൗസ് ഹോൾഡ് ഷെയർഡ് ഹൗസ് ഹോൾഡ് ആകണമെങ്കിൽ എന്താണെന്ന് നോക്കാം. ഇറ്റ് മീൻസ് a household where the person agreed lives or at any stage has lived in domestic relationship either singly or along with the respondent. അപ്പൊ ഒന്നാമത്തെ ലിംബ് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. എ ഹൗസ് ഹോൾഡ്, അതൊരു ഹൗസ് ഹോൾഡ് ആണ്. ആ ഹൗസ് ഹോൾഡ് എങ്ങനെയുള്ളതാണ്? where the person agreed lives or at any stage has lived in domestic relationship either singly or along with the respondent. ഒന്നുകിൽ റെസ്പോണ്ടന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയം റെസ്പോണ്ടന്റ് ആയിട്ട് താമസിച്ചതോ പിന്നീട് സിംഗിൾ ആയിട്ട് താമസിച്ചതോ ആകാം. അങ്ങനെയുള്ള ആ ഹൗസ് ഹോൾഡിന് എന്ത് പേര് വിളിക്കാം? ഷെയർഡ് ഹൗസ് ഹോൾഡ് എന്ന് വിളിക്കാം. അപ്പൊ ഷെയർഡ് ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എഗ്രീഡ്, എ ഹൗസ് ഹോൾഡ് വേർ എഗ്രീവ്ഡ് പേഴ്സൺ ലീവ്സ് ഓർ അറ്റ് എനി സ്റ്റേജ് ഹാസ് ലീവ്ഡ് ഇൻ ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് either singly or along with the respondent. നമ്മുടെ എതിർകക്ഷി പറയുന്ന ഈ റെസ്പോണ്ടന്റുമായിട്ട് സ്വാഭാവികമായിട്ട് ഇതിൽ കടന്നു വരുന്ന ഏറ്റവും വലിയൊരു എതിർകക്ഷി എന്ന് പറയുന്നത് ഭർത്താവാണ്. ഡൊമസ്റ്റിക് വയലൻസിൽ വരുമ്പോൾ മെയിൽ അഡൾട്ട് പേഴ്സൺ, ഫീമെയിലും വരും എന്ന് പറഞ്ഞു. പക്ഷെ പ്രധാനമായിട്ടും വരുന്നത് ഭർതൃപീഡനമാണ് കൂടുതലായിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. ഷെയർഡ് ഹൗസ് ഹോൾഡ് എന്ന് പറയുമ്പോൾ ഒരു എഗ്രീവ്ഡ് വുമൺ ആ റെസ്പോണ്ടന്റുമായിട്ട് ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പിൽ താമസിച്ചിരുന്ന സ്ഥലം എന്നുള്ളതാണ്. അത് ഒന്നുകിൽ രണ്ടുപേരും ഒരുമിച്ച് താമസിച്ചത്, അതല്ലെങ്കിൽ കുറച്ചു കാലം ഇവർ ഒരുമിച്ച് താമസിച്ചിട്ട് പിന്നീട് ഒറ്റക്ക് നിൽക്കുന്ന സ്ഥലവുമാകാം. പിന്നെ എന്താ പറയുന്നത്? ആൻഡ് ഇൻക്ലൂഡ്സ്, അതിൽ വേറെ എന്ത് വരും? സച്ച് ഹൗസ് ഹോൾഡ്
whether owned or tenanted either jointly or by the aggrieved person and the respondent, or owned or tenanted by either of them in respect of which either the aggrieved person or the respondent both jointly or singly have any right, title, interest or equity. എന്താ പറഞ്ഞത്? ഒന്നും മനസ്സിലായില്ല. എന്താ പറഞ്ഞേ? ആൻഡ് ഇൻക്ലൂഡ്സ്. നേരത്തെ പറഞ്ഞത് മനസ്സിലായി. എന്താണ്? ഭാര്യയും ഭർത്താവും താമസിക്കുന്നത്, അതായത് അവർ തമ്മിലുള്ള ബന്ധം ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് ആണ്. നമ്മൾ ഇന്നലെ പഠിച്ചു. ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് പേരുടെ ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു പേഴ്സൺസ് എന്ന് പഠിച്ചു. അവരെങ്ങനെയുള്ളവരായിരിക്കണം? ഒന്നുകിൽ രക്തബന്ധം മുഖാന്തിരമോ മാരേജ് മുഖാന്തിരമോ അല്ലെങ്കിൽ മാരേജ് പോലുള്ളത് മുഖാന്തിരമോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു. അങ്ങനെയുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ്. അപ്പൊ ആദ്യത്തെ കാറ്റഗറിയിൽ ഷെയർഡ് ഹൗസ് ഹോൾഡ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ കാറ്റഗറിയിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഒന്നുകിൽ ഇവർ രണ്ടുപേരും, ഈ ഭാര്യയും ഭർത്താവും ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പിൽ ഉൾപ്പെട്ടവർ രണ്ടുപേരും, അതായത് എഗ്രീവ്ഡ് പേഴ്സൺ നമ്മുടെ റെസ്പോണ്ടന്റുമായിട്ട് ഒരു ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് എവിടെ താമസിക്കണം? ഒന്നുകിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഹൗസ് ഹോൾഡിൽ താമസിച്ചിരിക്കണം. അത് ഒരുമിച്ചോ, ഏതർ സിംഗിൾ ഓർ ജോയിന്റ്ലി, അല്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ചോ. അതല്ലെങ്കിൽ പിന്നെ പറയുന്നത് such a household whether owned or tenanted either jointly by the aggrieved person and the respondent. ഒന്നുകിൽ അത് വാടകയ്ക്ക് എടുത്ത് താമസിക്കുന്നതാണെന്ന് വിചാരിക്കുക. ആ വാടക കൊടുക്കുന്നത് രണ്ടുപേരും കൂടി ആവാം, അതല്ലെങ്കിൽ ഒരാൾ മാത്രം കൊടുക്കുന്നതാവാം. or owned or tenanted by either of them in respect of which either aggrieved person or respondent, അതല്ലെങ്കിൽ ഓർ ബോത്ത് ജോയിൻലി ഓർ സിംഗിളി ഹാവ് എനി റൈറ്റ്, ടൈറ്റിൽ, ഇൻട്രസ്റ്റ് ഓർ ഇക്വിറ്റി. അതല്ലെങ്കിൽ രണ്ടുപേരും കൂടി കൊടുക്കുമ്പോൾ അവർക്ക് ജോയിന്റ് ആയിട്ട് അതിലൊരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ടൈറ്റില്, ഒരു റൈറ്റ്, ഒരു ഇക്വിറ്റി ഉണ്ടാകുന്ന ഭവനമാകാം. അതായത് ചുരുക്കി പറയുന്നത്, ലോ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയത്തുള്ളൂ. പക്ഷെ നമ്മളതിന്ന് മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ ഈ രണ്ടുപേരും ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്നു. അതവർ വാടക എടുത്ത കെട്ടിടമാകാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വെച്ച കെട്ടിടമാകാം, അല്ലെങ്കിൽ വാടക കൊടുക്കുന്നത് രണ്ടുപേരും കൂടിയാകാം, അല്ലെങ്കിൽ വാടക കൊടുക്കുന്നത് ഒരാളാകാം. അവർക്ക് രണ്ടുപേർക്കും അതിൽ അവകാശങ്ങൾ ഉണ്ടാകാം. ഇങ്ങനെയൊക്കെയുള്ള ആ സംഭവത്തിനെ എന്ത് പേര് വിളിക്കാം? ഷെയർഡ് ഹൗസ് ഹോൾഡ്. തീർന്നില്ല. ആൻഡ് ഇൻക്ലൂഡ്സ് എ ഹൗസ് ഹോൾഡ് വിച്ച് മേ ബിലോങ് ടു എ ജോയിന്റ് ഫാമിലി ഓഫ് വിച്ച് റെസ്പോണ്ടന്റ് ഈസ് എ മെമ്പർ, irrespective of whether respondent or the aggrieved person has any right to title or interest in the shared household. അതല്ലെങ്കിൽ ഒരു ജോയിന്റ് ഫാമിലിയിൽ മെമ്പേഴ്സ് ആയിട്ട് ഇവർ ആ റെസ്പോണ്ടന്റ് ആ ജോയിന്റ് ഫാമിലിയിൽ ഒരു അംഗമാണ്. എന്നിട്ട് ഒരാളെ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നു. അപ്പൊ ഭാര്യ അവിടെ ആ ജോയിന്റ് ഫാമിലിയിൽ താമസിക്കുന്നു, ഭർത്താവ് ഒന്നിച്ച് അവിടെ താമസിക്കുന്നു. ഇവിടെ നമുക്ക് ആ ഭർത്താവിനോ അല്ലെങ്കിൽ ആ എഗ്രീവ്ഡ് വുമണിനോ ഏതെങ്കിലും തരത്തിലുള്ള അവകാശങ്ങളോ ടൈറ്റിലോ ഇൻട്രസ്റ്റോ ആ ഹൗസ് ഹോൾഡിൽ ഉണ്ടാകണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. അതായത് ഈ ജോയിന്റ് ഫാമിലിയിൽ നിന്ന് അവർക്ക് 10 സെന്റ് കിട്ടാമെന്ന് വെച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള ഒന്നും വേണ്ട. വെറുതെ അവിടെ ജോയിന്റ് ഫാമിലിയിലെ മെമ്പേഴ്സ് ആയിട്ട് അവിടെ താമസിക്കുകയാണെങ്കിലും അതിനെ ഷെയർഡ് ഹൗസ് ഹോൾഡ് എന്ന് പറയുന്ന നിർവചനത്തിൽ വരും. അപ്പൊ 3 കാറ്റഗറിയാണ് പറഞ്ഞത്. ഒന്നാമതായിട്ട് പറഞ്ഞ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്രീവ്ഡ് പേഴ്സൺ, നമ്മളുടെ ഒന്നുകിൽ എഗ്രീവ്ഡ് പേഴ്സൺ റെസ്പോണ്ടന്റുമായിട്ട് ഒരു ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത് താമസിക്കുന്ന ഇടം. രണ്ടാമത് പറഞ്ഞത് അങ്ങനെ താമസിക്കുന്ന ഇടം എന്ന് പറയുന്നത് അവർ റെന്റിനെടുത്ത ബിൽഡിംഗ് ആകാം, ആ റെന്റ് രണ്ടുപേരും കൂടി ഒരുമിച്ച് കൊടുക്കുന്നതാകാം, അല്ലെങ്കിൽ ആ റെന്റ് അതിൽ ആരെങ്കിലും ഒരാൾ കൊടുക്കുന്നതാകാം. മൂന്നാമത് പറഞ്ഞ കാറ്റഗറി ഈ റെസ്പോണ്ടന്റ് ജോയിന്റ് ഫാമിലിയിൽ ഒരു അംഗമായിട്ട് ആ വീട്ടിലേക്കാണ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ചെന്ന് കയറുന്നത്. ആ വീടാകാം. അവിടെ ഈ പെൺകുട്ടിക്കോ അവരുടെ ഹസ്ബൻഡിനോ ഏതെങ്കിലും തരത്തിലുള്ള അവകാശങ്ങൾ അവിടെ നിന്ന് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അതായത് ഒരു ഇതുമില്ല, അവർക്ക് താമസിക്കാനായിട്ടുള്ള ഒരു ഇടം എന്നുള്ള രീതിയിലുള്ള ഇത് മതി. അങ്ങനെ വരുന്നതും എന്താണ്? ഷെയർഡ് ഹൗസ് ഹോൾഡ് ആണ് എന്നാണ് എന്തിൽ പറഞ്ഞു വെക്കുന്നത്? നമ്മുടെ ഈ ആക്ടിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഷെയർഡ് ഹൗസ് ഹോൾഡിനെ കുറിച്ച് മനസ്സിലായി. അത് 2 ക്ലോസ് എസ്സിലാണ് ഷെയർഡ് ഹൗസ് ഹോൾഡിനെ കുറിച്ച് പറയുന്നത്. ഇനി അതില് ഷെയർഡ് ഹൗസ് ഹോൾഡ് എന്ന് പറയുമ്പോൾ സെക്ഷൻ 2S പറയുന്നത് ഹൗസ് ബിലോങ്ങിങ് ടു ഓർ ടേക്കൺ
on rent by the man, the house in which the man and woman live together with a shared rent, or house in which man and woman lived along with his joint family. അപ്പൊ കുറച്ചുകൂടി സിമ്പിൾ ആക്കി നമ്മൾ പറയുവാണ്. എന്താ 2S പറയുന്നത്? ഹൗസ് ബിലോങ്ങിങ് ടു ഓർ ടേക്കൺ ഓൺ റെന്റ് ബൈ എ മാൻ. ഭർത്താവ് ഒരു റെന്റിനെടുത്ത വീടാകാം, അല്ലെങ്കിൽ അയാളുടെ സ്വന്തമായിട്ടുള്ള വീടാകാം. ദ ഹൗസ് ഇൻ വിച്ച് മാൻ ആൻഡ് വുമൺ ലിവ് ടുഗെദർ വിത്ത് ഷെയർഡ് റെന്റ്, റെന്റ് ഷെയർ ചെയ്തുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് താമസിക്കുന്ന ഇടമാകാം. ഓർ ദ ഹൗസ് ഇൻ വിച്ച് മാൻ ആൻഡ് വുമൺ ലിവ്ഡ് അലോങ് വിത്ത് ദിസ് ജോയിന്റ് ഫാമിലി, ജോയിന്റ് ഫാമിലിയോടൊപ്പം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് താമസിക്കുന്ന ഇടമാകാം. ഒന്നുകിൽ ഭർത്താവിന്റെ സ്വന്തമായിട്ടുള്ള ഇടമാകാം, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും, അല്ലെങ്കിൽ ഭർത്താവ് റെന്റിനെടുത്തിരിക്കുന്ന ഇടമാകാം, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് റെന്റിനെടുത്ത ഇടമാകാം, അതല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ജോയിന്റ് ഫാമിലിയുടെ ഭാഗമായിട്ട് താമസിക്കുന്ന ആ വീടാകാം. അതാണ് ഷെയർഡ് ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത്. However, it must be mentioned that not all live-in relationships are covered under the Act. There are certain requirements that must be fulfilled. അതായത് നമ്മുടെ എല്ലാ ലിവ്-ഇൻ റിലേഷൻഷിപ്പും എന്താണ്? ഈ ഡൊമസ്റ്റിക് വയലൻസിന്റെ അണ്ടറിൽ വരത്തില്ല. എല്ലാ ഒരുമിച്ചുള്ള താമസങ്ങളും വരത്തില്ല. പക്ഷെ ചില റിക്വയർമെന്റ്സ് കോടതി പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ബോത്ത് പാർട്ടീസ് മസ്റ്റ് ബിഹേവ് ലൈക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. രണ്ടുപേരും ഹസ്ബൻഡ് വൈഫ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ബിഹേവിയറൽ പാറ്റേൺ ആയിരിക്കണം. ദേ മസ്റ്റ് ഹാവ് അറ്റൈൻ ദ ലീഗൽ ഏജ് ഓഫ് ദ മാരേജ്. രണ്ടുപേരും മാരേജബിൾ ഏജ് ഉള്ളവരായിരിക്കണം. ലീഗൽ ഏജ് ഓഫ് മാരേജ്, അറ്റൈൻ ലീഗൽ ഏജ് ഓഫ് മാരേജ്. They should qualify to enter into a marriage. ഒരു മാരേജ് ചെയ്യാനായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം. They must voluntarily live together in the same place for a significant amount of time. അവര് ഒരു സ്ഥലത്ത് കുറെ they must voluntarily live together, ഒരുമിച്ച് താമസിപ്പിക്കണം ഒരു കൺസിഡറബിൾ പീരീഡ് ഓഫ് ടൈം. They must have lived together in a significant household. അപ്പൊ അവര് ആ ഒരു ഒരുമിച്ച് താമസിക്കുന്ന ഒരു സിഗ്നിഫിക്കന്റ്, നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഇന്ന വീട്ടിലാണ് അവർ താമസിക്കുന്നത് എന്ന് പറയാം. ഒരു സിഗ്നിഫിക്കന്റ് ഹൗസ് ഹോൾഡിൽ അവർ ഒരുമിച്ച് താമസിക്കുന്നവരായിരിക്കണം. അങ്ങനെ വരുമ്പോഴാണ് അവിടെ ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് കോടതി നിർവചനങ്ങളിലൂടെ പറയുന്നത്. അതായത് എല്ലാ തരത്തിലുള്ള ഒരുമിച്ച് താമസിക്കലും ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പിൽ വരത്തില്ല എന്നാണ് ഈ പറയുന്നത്. അപ്പൊ എങ്ങനെയുള്ളതാണ്? ആ താമസിക്കുന്ന രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാർ എന്നുള്ള നിലയിലിരിക്കണം. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബിഹേവ്. ഒരു നിമിഷം ബാങ്ക് കൊടുക്കും. നമ്മൾ പറഞ്ഞു വന്നത് എല്ലാ ലിവിങ് റിലേഷൻഷിപ്പും എന്താകത്തില്ല? ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതിൽ വരത്തില്ല. അതിൽ പറയുന്നത് ബോത്ത് പാർട്ടീസ് മസ്റ്റ് ബിഹേവ് ലൈക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള രീതിയിൽ ആയിരിക്കണം അവർ ബിഹേവ് ചെയ്യുന്നത്. അത് മാത്രമല്ല, അവർക്ക് എങ്ങനെയായിരിക്കണം? അവരുടെ ലീഗൽ ഏജ് ഓഫ് മാരേജ് അറ്റൈൻ ചെയ്തവരായിരിക്കണം, വിവാഹപ്രായം എത്തിയവരായിരിക്കണം. അതേപോലെ അവർ ക്വാളിഫൈഡ് ആയിരിക്കണം, ക്വാളിഫൈഡ് എൻ്റർ ഇൻ ടു എ മാരേജ്. അതായത് ലീഗലായിട്ട് മാരേജ് നടത്താനായിട്ട് അവർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം. അതുപോലെ തന്നെ അവര് ഒരു സെയിം പ്ലേസിൽ ഒരു കൺസിഡറബിൾ പീരീഡ് ഓഫ് ടൈം ഒരുമിച്ച് താമസിക്കുമ്പോഴാണ് അവിടെ ഒരു ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റുക. അതേപോലെ തന്നെ അവരൊരു സിഗ്നിഫിക്കൻറ്റ് ഹൗസ് ഹോൾഡ് നമുക്ക് എടുത്തു പറയാനായിട്ടൊരു ഹൗസ് ഹോൾഡ്, ദേ മസ്റ്റ് ലിവ് ടുഗെദർ ഇൻ എ സിഗ്നിഫിക്കൻറ്റ് ഹൗസ് ഹോൾഡ്. അങ്ങനെ നമ്മൾ പറയുമ്പോഴാണ്. അതല്ലാതെ ഈ പറയുന്ന രീതിയിൽ മാരേജബിൾ ഏജ് അല്ലാത്ത രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുന്നു, അവിടെ ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കോടതിയെ സമീപിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ 5 കാര്യങ്ങളാണ് പറയുന്നത്. അതായത് അവർക്ക് മാരേജബിൾ ഏജ്, ലീഗൽ ഏജ് അറ്റൈൻ ചെയ്തവിടെ ആയിരിക്കണം, അതേപോലെ തന്നെ അവർ ക്വാളിഫൈഡ് ആയിരിക്കണം മാരേജിന്, അതേപോലെ ഒരു കൺസിഡറബിൾ പീരീഡ് ഓഫ് ടൈം ഒരു സ്ഥലത്ത് താമസിച്ചിരിക്കുന്നവരായിരിക്കണം. അതല്ലാതെ ഈ പറയുന്ന രീതി നമുക്കിപ്പോൾ എടുത്തു കാണിക്കാനായിട്ടൊന്നുമില്ല. ഇവിടെ ഒരു ദിവസം ഒരു സ്ഥലത്ത് നിന്നു, പിന്നെ അവരെ കുറിച്ച് യാതൊരു അങ്ങനെയല്ല. ഒരു കൺസിഡറബിൾ പീരീഡ് ഓഫ് ടൈം ഒരു സ്ഥലത്ത് അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള രീതിയിൽ ജീവിക്കുമ്പോൾ അവിടെ ഒരു ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു. അതേപോലെ തന്നെ അവർ ഒരു സിഗ്നിഫിക്കൻറ്റ്
സിഗ്നിഫിക്കന്റ് ഹൗസ് ഹോൾഡ്, എടുത്തു പറയത്തക്ക ഒരു ഹൗസ് ഹോൾഡ്, ഇപ്പൊ നമ്മുടെ ഇന്ന വീട്ടിൽ താമസിക്കുന്നു എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഇതാണെങ്കിലാണ് എന്ത് പറയാൻ പറ്റത്തുള്ളൂ, അത് ലിവിങ് റിലേഷൻഷിപ്പ് ആണ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇനി ഡി വേലുസ്വാമി ആൻഡ് പച്ചിയമ്മാൾ എന്ന് പറയുന്ന ഒരു കേസ് വന്നു. ആ കേസിൽ ഇഫ് എ മാൻ കീപ്സ് എ വുമൺ for a purpose of using her for sexual purpose and as a servant, it won't qualify as a relationship like that of a marriage. അപ്പോ കോടതി ആ പച്ചിയമ്മ അല്ലെങ്കിൽ വേലുസ്വാമിയുടെ കേസിലാണ് ഇത്തരത്തിലുള്ള ഫിക്സേഷൻസ് കൊണ്ടുവന്നത്. എന്താണ്? ഡി വേലുസ്വാമി വേഴ്സസ് പച്ചിയമ്മാൾ. അപ്പൊ ആ കേസിലാണ് സുപ്രീം കോടതി ഈ റിക്വയർമെന്റ് കൊണ്ടുവന്നത്. എല്ലാ തരത്തിലുള്ള ലിവിങ് റിലേഷൻഷിപ്പും എല്ലാ തരത്തിലുള്ള ലിവിങ് റിലേഷൻഷിപ്പും എന്തല്ല എന്ന് പറഞ്ഞു, അത് ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് അല്ല, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ നേച്ചർ ഓഫ് മാരേജിന്റെ നേച്ചറിലുള്ള റിലേഷൻഷിപ്പ് അല്ല എന്ന് കോടതി പറഞ്ഞതാണ് ഈ വേലുസ്വാമി വേഴ്സസ് പച്ചിയമ്മാൾ കേസിൽ. അതിൽ കോടതി എടുത്തു പറഞ്ഞ കാര്യം, അതിൽ ആ കേസിൽ എന്താണെന്ന് വെച്ചാൽ, എ മാൻ കീപ്പ് എ വുമൺ ഫോർ എ പർപ്പസ് ഓഫ് യൂസിങ് എ സെക്സ്വൽ പർപ്പസ്, ഒരാള് ആ ഒരു സ്ത്രീയെ സെക്ഷൽ പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സെർവന്റ് എന്നുള്ള രീതിയിൽ മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അത് അവര് ഉടൻ തന്നെ ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചു. ആ കേസിൽ വന്ന പശ്ചാത്തലം അതാണ്. അപ്പൊ കോടതി പറഞ്ഞു, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് അല്ല. ഒരു റിലേഷൻഷിപ്പ് ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് ആകണമെങ്കിൽ അതിൽ, അല്ലെങ്കിൽ ലൈക്ക് മാരേജ് പോലുള്ള ഒരു റിലേഷൻഷിപ്പ് ആകണമെങ്കിൽ അതിൽ ഇന്ന കാര്യങ്ങൾ വേണം. ഈ പറയുന്ന 5 റിക്വയർമെന്റ്സ്. നിങ്ങൾക്ക് മാരേജബിൾ ഏജ് ആയിരിക്കണം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുന്ന രീതിയിലായിരിക്കണം, അതേപോലെ നിങ്ങൾ മാരേജിൽ എൻ്റർ ചെയ്യാനായിട്ട് ക്വാളിഫൈഡ് ആയിട്ടായിരിക്കണം, ഒരു സെയിം പ്ലേസിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് പീരീഡിൽ നിങ്ങൾ താമസിച്ചിരിക്കണം, അതേപോലെ തന്നെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഹൗസ് ഹോൾഡ് നിങ്ങൾക്ക് എടുത്ത് കാട്ടാനായിട്ടുണ്ടായിരിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം കോടതി മുന്നോട്ട് വെക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് കേസിലാണ് എല്ലാ ലിവിങ് റിലേഷൻഷിപ്പും നമുക്ക് ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് അല്ല എന്ന് പറഞ്ഞ കേസ് ഏതാണ് എന്ന് ചോദിച്ചാൽ വടിവിഴിഞ്ഞ പോലെ ഇരിക്കരുത്. ഡി വേലുസ്വാമി വേഴ്സസ് പച്ചിയമ്മാൾ, PACHIAMMAL പച്ചിയമ്മാൾ കേസിലാണ് കോടതി അങ്ങനെ പറഞ്ഞത് എന്നുള്ളതും കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് ആരാണ് ഈ സർവീസ് പ്രൊവൈഡേഴ്സ്. സർവീസ് പ്രൊവൈഡർമാരെന്ന് പറഞ്ഞാൽ സെക്ഷൻ 2 ക്ലോസ് 6 പറയുന്നു, 2 ക്ലോസ് സ്മോൾ 6 പറയുന്നു. പക്ഷെ യഥാർത്ഥത്തിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡെഫിനിഷൻ വരുന്നത് സെക്ഷൻ 10ലാണ്. 10ാമത്തെ വകുപ്പിലാണ് പറയുന്നത്. അപ്പൊ ഈ 2 വകുപ്പും നമ്മൾ പഠിക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ സർവീസ് പ്രൊവൈഡറെ കുറിച്ചിട്ടുള്ള പരാമർശം എവിടെയൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഈ 2ഉം വരും. 2R അതേപോലെ സെക്ഷൻ 10ലും പറയും. എവിടെയാണ് സർവീസ് പ്രൊവൈഡറിന്റെ ഡീറ്റെയിൽഡ് ഡെഫിനിഷൻ വരുന്നത് എന്ന് ചോദിച്ചാൽ ഒരെണ്ണം മാത്രമേ വരത്തുള്ളൂ. സെക്ഷൻ 10ലാണ് പറയുന്നത്. അപ്പൊ ആരാണ് സർവീസ് പ്രൊവൈഡർ എന്ന് നോക്കാം. സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 10 കൃത്യവും വ്യക്തവുമായിട്ട് പറയുന്ന സംഗതിയാണ് ഈ സർവീസ് പ്രൊവൈഡർ. It is any voluntary association registered under the Societies Registration Act 1860. 1860 സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതൊരു വോളണ്ടറി അസോസിയേഷനും സർവീസ് പ്രൊവൈഡർ ആണ് കേട്ടോ. അപ്പൊ സർവീസ് പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ എനി വോളണ്ടറി അസോസിയേഷൻ, ഏതൊരു വോളണ്ടറി അസോസിയേഷനും വരും. ആ അസോസിയേഷന്റെ പ്രത്യേകത എന്താണ്? That association is registered under the Societies Registration Act. Societies Registration Act 1860 സൊസൈറ്റി രജിസ്ട്രേഷൻ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതൊരു വോളണ്ടറി അസോസിയേഷനെ നമുക്ക് എന്തോമന പേരിട്ട് വിളിക്കാം? സർവീസ് പ്രൊവൈഡറെ എന്ന് വിളിക്കാം. ഇനി രണ്ടാമത്,
എ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട് 1956. എ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട് 1956 1956 കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത എല്ലാ കമ്പനികളും എന്താണ് സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്ന ഗണത്തിൽ വരും. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് എനി അതർ ലോ ഫോർ ദ ടൈം ബീയിങ് ഇൻ ഫോഴ്സ് with the objective of protecting the right and interest of a woman by lawful means, including providing legal aid, medical, financial or other assistance, shall register itself with the state government as a service provider for the purpose of the act. എന്താ പറഞ്ഞത്? Any other law for the time being in force, അതായത് വേറെ ഏതെങ്കിലും തരത്തിലുള്ള നിയമപ്രകാരം with the objective of protecting the right and interest of a woman, സ്ത്രീകളുടെ അവകാശങ്ങൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ലോഫുൾ മീൻസ് നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഏതൊരു സ്ഥാപനങ്ങളും എന്താണ്? സർവീസ് പ്രൊവൈഡർമാരാണ്. അപ്പൊ എന്താ പറയുന്നത്? എനി അസോസിയേഷൻ formed with the objective of protecting the right and interest of a woman by lawful means, സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഏതൊരു സംഭവവും എന്താണ്? സർവീസ് പ്രൊവൈഡർ ആണ്. അപ്പൊ അതിൽ ഇൻക്ലൂഡിങ് എന്തൊക്കെ വരാം? ലീഗൽ എയ്ഡിന് വേണ്ടിയോ, മെഡിക്കൽ എയ്ഡിന് വേണ്ടിയിട്ടോ, ഫിനാൻഷ്യൽ എയ്ഡുകൾക്ക് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അസിസ്റ്റൻസിന് വേണ്ടിയിട്ടോ ഷാൽ രജിസ്റ്റർ ഇറ്റ്സെൽഫ് വിത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഏതും സർവീസ് പ്രൊവൈഡർമാരാണ്. അപ്പൊ 3 കാറ്റഗറിയാണ് സർവീസ് പ്രൊവൈഡറെ പറ്റി പറയുന്നത്. അപ്പൊ എന്റെ കൂടെ അങ്ങ് പഠിച്ചോ. സെക്ഷൻ 2 ക്ലോസ് 6 വ്യക്തവും കൃത്യവുമായിട്ട് പറയുന്ന കാര്യം സെക്ഷൻ 10 ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് എന്താണോ അതാണ് സർവീസ് പ്രൊവൈഡർ എന്നാണ് സെക്ഷൻ 2 ക്ലോസ് 6 പറയുന്നത്. അപ്പൊ ശരിക്കും ഡെഫിനിഷൻ പറയുന്നത് ഏതിലാണ്? സെക്ഷൻ 10 പറയുന്നത്. അപ്പൊ സെക്ഷൻ 10 പറയുന്ന 3 കാറ്റഗറി ഉണ്ട്. എന്താണ് ഒന്നാമത്തെ കാറ്റഗറി? ഏതൊരു വോളണ്ടറി അസോസിയേഷനും വരും. പക്ഷെ അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത എല്ലാ സംഭവങ്ങളും വോളണ്ടറി അസോസിയേഷനും വരും. രണ്ടാമത് എന്താ പറഞ്ഞത്? എ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട് 1956 1956 കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കമ്പനികളും വരും. മൂന്നാമതായിട്ട് പറയുന്നത് എനി അതർ. അത് എങ്ങനെയാണ് അതിനെപ്പറ്റി പറയുന്നത്? എനി അതർ ലോ ഫോർ ദ ടൈം ബീയിങ് ഇൻ ഫോഴ്സ്, അതായത് വേറെ ഏതെങ്കിലും തരത്തിലുള്ള നിയമങ്ങൾ പ്രകാരം, അതായത് ഇവിടെ 2 നിയമങ്ങൾ പറഞ്ഞു, കമ്പനീസ് ആക്ട്, രജിസ്ട്രേഷൻ ആക്ട്, അതുപോലെ വേറെ ഏതെങ്കിലും നിയമങ്ങൾ പ്രകാരം. പക്ഷേ ആ രൂപീകരിക്കുന്ന സംഭവത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാകണം. ആ രൂപീകരിക്കുന്നത് എന്ത് സംഭവമായാലും അതിനൊരു ഒബ്ജക്റ്റീവ് വേണം. എന്താണ് ഒബ്ജക്റ്റീവ്? പ്രൊട്ടക്ടിങ് ദ റൈറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് എ വുമൺ ബൈ ലോഫുൾ മീൻസ്. നിയമപ്രകാരം സ്ത്രീകളുടെ അവകാശങ്ങളും അവരുടെ താല്പര്യങ്ങളും സംരക്ഷിക്കണമെന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി സ്റ്റേറ്റ് ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഏതൊരു സ്ഥാപനങ്ങളും സർവീസ് പ്രൊവൈഡർമാരാണ്. പഠിച്ചു. അപ്പൊ 3 തരത്തിലുള്ളത്, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ രൂപീകരിക്കപ്പെട്ട സംഭവങ്ങൾ സർവീസ് പ്രൊവൈഡറാണ്. കമ്പനീസ് ആക്ട് പ്രകാരം രൂപീകൃതമായ സർവീസ് പ്രൊവൈഡറാണ്. അതേപോലെ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രൂപീകൃതമായിട്ടുള്ള ഏതൊരു വോളണ്ടറി അസോസിയേഷനും സർവീസ് പ്രൊവൈഡർമാരാണ്. അങ്ങനെയെങ്കിൽ ആ സർവീസ് പ്രൊവൈഡർമാർക്ക് ചില പവേഴ്സ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടില് ഈ സർവീസ് പ്രൊവൈഡർമാരെ പറ്റി പറയുന്നേ? അതായത് ഒന്നാമതായിട്ട് അവരുടെ പവർ എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ദ ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട്, DIR ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് റെക്കോർഡ് ചെയ്യുക, അതായത് രൂപീകരിക്കുക, ഫോം ചെയ്യുക എന്നുള്ളതാണ്. DIR ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട്. നമ്മൾ FIR എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. അത് ക്രിമിനൽ കേസുകളിൽ ആദ്യം തന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ പോലീസ്
പ്രഥമ വിവര റിപ്പോർട്ട്, ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് FIR രജിസ്റ്റർ ചെയ്യും. അത് ക്രിമിനൽ കേസുകൾ, ഡൊമസ്റ്റിക് വയലൻസിന് പകരം ചെയ്യുന്ന, FIRന് പകരം ചെയ്യുന്ന പരിപാടിയാണ് ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ആ ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടി ആരുടേതാണ്? നമ്മൾ ഇന്നലെ ഒരാളുടെ പഠിച്ചു, പ്രൊട്ടക്ഷൻ ഓഫീസറുടെ പഠിച്ചു. ഇന്ന് ആ ഡ്യൂട്ടി ആർക്കും ഉണ്ട്? നമ്മുടെ സർവീസ് പ്രൊവൈഡർമാർക്കും ഉണ്ട്. ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം, ഇഫ് ദ എഗ്രീഡ് പേഴ്സൺ സോ ഡിസയേഴ്സ് and forward a copy thereof to the magistrate and the protection officer having jurisdiction in the area where domestic violence took place. ഇപ്പം ഇങ്ങനെ ഒരു ഡൊമസ്റ്റിക് വയലൻസ് നടന്നു കഴിഞ്ഞാൽ ആ ഡൊമസ്റ്റിക് വയലൻസിനെ കുറിച്ചിട്ട് ആ എഗ്രീവ്ഡ് പേഴ്സൺ സമീപിക്കുന്നത് സർവീസ് പ്രൊവൈഡറെ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ സർവീസ് പ്രൊവൈഡർ എന്ത് ചെയ്യണം? അത് പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ അവരുടെ താല്പര്യപ്രകാരം ഒരു DIR പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് ഈ DIR ആർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം? നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫീസർക്കും മജിസ്ട്രേറ്റിനും അതിന്റെ കോപ്പി ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. ആ ഡൊമസ്റ്റിക് വയലൻസ് നടന്ന സ്ഥലത്തുള്ള പ്രൊട്ടക്ഷൻ ഓഫീസറെയും അതേപോലെ ആ ജൂറിസ്ഡിക്ഷനിലുള്ള മജിസ്ട്രേറ്റിനെയും അറിയിക്കണം. അപ്പൊ അതാണ് ഒന്നാമത്തെ ഡ്യൂട്ടി. രണ്ടാമത്, ഗെറ്റ് ദ എഗ്രീവ്ഡ് പേഴ്സൺ മെഡിക്കലി എക്സാമിൻഡ്. ആ എഗ്രീവ്ഡ് വുമണിനെ, ഇപ്പോൾ ഭർത്താവിന്റെ പീഡനം കൊണ്ട് ആണ്, അല്ലെങ്കിൽ വീട്ടിലെ വേറെ എന്തെങ്കിലും ഭർത്താവിന്റെ അമ്മയുടെ പീഡനം കൊണ്ടാണ്, മനസ്സിലായോ, ഒന്ന് രണ്ട് സംസാരിച്ചു, ആ ഭർത്താവിന്റെ അമ്മ ഒരു ചവിട്ടങ്ങ് കൊടുത്തു, തല കുത്തി അപ്പുറത്തേക്ക് വീണു, അപ്പൊ തല ഒന്ന് പൊട്ടി, അപ്പോ സസ്റ്റെയിൻഡ് ഇൻജുറീസ്. അപ്പോ ഗെറ്റ് എഗ്രീവ്ഡ് പേഴ്സൺ മെഡിക്കലി എക്സാമിൻ, മെഡിക്കൽ എക്സാമിനേഷൻ നടത്തണം. എഗ്രീവ്ഡ് പേഴ്സൺ മെഡിക്കലി എക്സാമിൻഡ്, മെഡിക്കൽ എക്സാമിനേഷൻ ഓഫ് ദ എഗ്രീവ്ഡ് പേഴ്സൺ. അപ്പൊ അതിന്റെ ഡ്യൂട്ടിയും ആർക്കുണ്ട്? നമ്മുടെ ഈ സർവീസ് പ്രൊവൈഡർക്ക് ഉണ്ട്. അത് ആർക്കും ഉണ്ട്? പ്രൊട്ടക്ഷൻ ഓഫീസറുടെ കേസിലും നമ്മൾ പഠിച്ചു. അപ്പോൾ എന്നിട്ട് ആ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ട് ഫോർവേഡ് ദ കോപ്പി ഓഫ് മെഡിക്കൽ റിപ്പോർട്ട്, ആ വൈദ്യ റിപ്പോർട്ട് ആർക്ക് അയച്ചു കൊടുക്കണം? പ്രൊട്ടക്ഷൻ ഓഫീസർക്കും ആൻഡ് പോലീസ് സ്റ്റേഷൻ വിത്തിൻ ദ ലോക്കൽ ലിമിറ്റ്സ് ഓഫ് ഹിസ് ഡൊമസ്റ്റിക് വയലൻസ്. ആ ഡൊമസ്റ്റിക് വയലൻസ് നടന്ന ആ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്കും ഈ മെഡിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ട് അയച്ചു കൊടുക്കണം. അപ്പൊ രണ്ടാമത്തെ ഡ്യൂട്ടി കഴിഞ്ഞു. മൂന്നാമത്തത്, എൻഷുവർ ദാറ്റ് ദ എഗ്രീവ്ഡ് പേഴ്സൺ ഈസ് പ്രൊവൈഡഡ് ഷെൽട്ടർ ഇൻ എ ഷെൽട്ടർ ഹോം. ഷെൽട്ടർ ഹോമിൽ ഷെൽട്ടർ, നല്ല ഒരു ഷെൽട്ടർ അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പോ എൻഷുവർ ഷെൽട്ടർ ഹോം, ഷെൽട്ടർ അവർക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇഫ് ഷീ സോ റിക്വയർസ്, അപ്പൊ അവർ പറയുവാണ്, അയ്യോ എനിക്കിനി എൻ്റെ വീട്ടിലേക്ക് പോകാൻ വയ്യേ, കാരണം ഇനി പോയാലും വീണ്ടും ചവിട്ട് കൊള്ളും, അങ്ങോരുടെ കയ്യിൽ നിന്ന് എനിക്ക് ചവിട്ട് കൊള്ളും, അപ്പോൾ അതുകൊണ്ട് അങ്ങ് പോകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അവർക്കൊരു സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലത്ത് അവരെ പാർപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ട ചുമതലയും ആർക്കുണ്ട്? നമ്മുടെ ഈ സർവീസ് എവിടെയെങ്കിലും കൊണ്ടുപോയി അങ്ങ് താമസിപ്പിച്ചാൽ പോരാ, ഷെൽട്ടർ ഹോമില് പ്രോപ്പർ ഷെൽട്ടർ കൊടുക്കാൻ എൻഷുവർ ദാറ്റ്, അത് ഉറപ്പുവരുത്തണം. എഗ്രീവ്ഡ് പേഴ്സൺ ഈസ് പ്രൊവൈഡഡ് ഷെൽട്ടർ ഇൻ ദ ഷെൽട്ടർ ഹോം. എന്നിട്ട് എന്ത് ചെയ്യണം? അവിടെ പാർപ്പിച്ചാൽ മാത്രം പോരാ, ഫോർവേഡ് ദ കോപ്പി ഓഫ് ദ റിപ്പോർട്ട് എഗ്രീവ്ഡ് ഇൻ ഷെൽട്ടർ ഹോം ടു ദി പോലീസ് സ്റ്റേഷൻ വിത്തിൻ ദ ലോക്കൽ ലിമിറ്റ് വിച്ച് ഡൊമസ്റ്റിക്. ആ ഡൊമസ്റ്റിക് വയലൻസ് നടന്ന ആ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് അതിന്റെ റിപ്പോർട്ട് കൊടുക്കുകയും വേണം. ഇന്ന സ്ഥലത്ത് ഇന്ന ഷെൽട്ടർ ഹോമിൽ ഈ കുട്ടിയുണ്ട് എന്നുള്ള റിപ്പോർട്ട് കൊടുക്കുകയും വേണം. അപ്പൊ ഇതെല്ലാമാണ് സർവീസ് പ്രൊവൈഡേഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ സർവീസ് പ്രൊവൈഡർ ഒന്നുകൂടി നോക്കാം. സർവീസ് പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ 2 ക്ലോസ് 6 പറയുന്നത് എന്താണ്? സെക്ഷൻ 10 വിശദീകരിച്ചു പറയുന്ന ആ ഡെഫിനിഷൻ തന്നെയാണ് കേട്ടോ എന്നാണ് പറയുന്നത്. അപ്പൊ സെക്ഷൻ 10 വിശദീകരിച്ചു പറയുന്നത്. എന്താണ് സെക്ഷൻ 10 പറയുന്നത്? ഒന്നാമത് പറയുന്നത്, എനി വോളണ്ടറി അസോസിയേഷൻ രജിസ്റ്റേർഡ് അണ്ടർ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതൊരു അസോസിയേഷനും അതിൽ വരും. രണ്ടാമത് പറഞ്ഞത് എന്താണ്? കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതൊരു കമ്പനിയും വരും. മൂന്നാമതായിട്ട് പറഞ്ഞത് എന്താണ്? വേറെ ഏതെങ്കിലും തരത്തിലുള്ള നിയമപ്രകാരം സ്ത്രീകളുടെ റൈറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി, അങ്ങനെ ലോഫുൾ മീൻസിൽ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി അതാത് സ്റ്റേറ്റ് ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഏതൊരു സംഭവവും എന്താണ്? ഈ പറയുന്ന സർവീസ് പ്രൊവൈഡർ ആണ്.
അത്തരത്തിലുള്ള ഈ സർവീസ് പ്രൊവൈഡർമാരുടെ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് ഒരു ഡൊമസ്റ്റിക് വയലൻസ് നടന്നു കഴിയുമ്പോൾ ഒരു പെൺകുട്ടി വന്നിട്ട് പറയുവാണ് ഇങ്ങനെയുള്ള പീഡനം എനിക്ക് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരുടെ നിർദ്ദേശപ്രകാരം ആ കാര്യങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു DIR പ്രിപ്പയർ ചെയ്യണം, ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട്. ആ DIR പ്രിപ്പയർ ചെയ്ത് അവിടെ കയ്യിൽ വെക്കുകയല്ല വേണ്ടത്, എന്നിട്ട് അതിന്റെ കോപ്പി കൺസേൺഡ് മജിസ്ട്രേറ്റിനും, ആ ഡൊമസ്റ്റിക് വയലൻസ് എവിടെയാണോ നടന്നത് ആ സ്ഥലത്തെ മജിസ്ട്രേറ്റിനും ആ പോലീസ് സ്റ്റേഷനിലേക്കും പ്രൊട്ടക്ഷൻ ഓഫീസർക്കും അയച്ചു കൊടുക്കുക. രണ്ടാമത് എന്താണ്? രണ്ടാമത് പറയുന്നത് അവരെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുക, വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് ആ കോപ്പി ഓഫ് ദ മെഡിക്കൽ റിപ്പോർട്ട് ആർക്ക് അയച്ചു കൊടുക്കണം? ആ പ്രൊട്ടക്ഷൻ ഓഫീസർക്കും ആ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്കും അയച്ചു കൊടുക്കണം, എവിടെയാണോ ഡൊമസ്റ്റിക് വയലൻസ് നടന്നത്. മൂന്നാമതായിട്ട് എന്താണ്? അവർക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള സുരക്ഷിതത്വമുള്ള ഒരു ഷെൽട്ടർ ഹോമിലാണ് അവരെ ആക്കിയിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ensure the aggrieved person is provided shelter in shelter home. എന്നിട്ട് എന്ത് ചെയ്യണം? അതിന്റെ കോപ്പി ഏത് സ്ഥലത്തെ ഡൊമസ്റ്റിക് ആ ഷെൽട്ടർ ഹോം സ്ഥിതി ചെയ്യുന്ന പോലീസ് സ്റ്റേഷൻ എവിടെയാണോ ആ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് കാര്യങ്ങൾ അറിയിക്കുകയും വേണം. അപ്പൊ ഇതാണ് അവരുടെ ഈ പറയുന്ന സർവീസ് പ്രൊവൈഡേഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ DIR എന്ന് പറയുന്ന ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 2 ക്ലോസ് ഇയിലാണ് DIR-നെ പറ്റി പറയുന്നത്. 2 ക്ലോസ് ഇ. ഈ DIR-നെ പറ്റി സെക്ഷൻ പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. DIR നോട്ട് ചെയ്യുക. ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 2 ക്ലോസ് ഇയിലാണ്. അപ്പൊ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതെന്ന് പറഞ്ഞാൽ അത് ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോം ഉണ്ടാകും. ഓൺ ദ റിസിപ്റ്റ് ഓഫ് ദി കംപ്ലൈന്റ്, ഓൺ ദ ബേസിസ് ഓഫ് ദ കംപ്ലൈന്റ് കംപ്ലൈന്റ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് റിസീവ്ഡ് ഫ്രം ദ എഗ്രീവ്ഡ് പേഴ്സൺ. എഗ്രീവ്ഡ് പേഴ്സണിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു ഡൊമസ്റ്റിക് വയലൻസ് നടന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് കിട്ടിക്കഴിയുമ്പോൾ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിലാണ് തയ്യാറാക്കുന്ന ആ പ്രഥമ വിവര റിപ്പോർട്ടാണ് DIR എന്ന് പറയുന്നത്. സെക്ഷൻ 2 ക്ലോസ് ഇ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. DIR എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഫുൾ ഫോം ആയിരുന്നു ചോദിച്ചത്. ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട്. സെക്ഷൻ 2 ക്ലോസ് ഇയിലാണ് പറയുന്നത്. നമ്മുടെ ക്രിമിനൽ കേസിൽ FIR എന്ന് പറയുന്നത് പോലെ ഇതിൽ DIR ആണ്. അതായത് ഇങ്ങനെ ഒരു ഡൊമസ്റ്റിക് വയലൻസ് നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കംപ്ലൈന്റ് കിട്ടിക്കഴിയുമ്പോൾ ആദ്യം രേഖപ്പെടുത്തുന്ന റിപ്പോർട്ട് ഏതാണ് എന്ന് ചോദിച്ചാലും വടിവിഴുങ്ങിയ പോലെ ഇരിക്കരുത്. ഏതാണ്? DIR ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് ഓർത്തു വെക്കുക. ഇനി നമുക്ക് ഈ ആക്ട് പ്രകാരം കുറെ ഓർഡേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള ഓർഡേഴ്സ് ആണ് എന്നുള്ളത് നോക്കാം. ഈ ആക്ട് പ്രകാരം ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന്റെ അണ്ടറിൽ വരുന്ന ഓർഡറുകളിൽ പെടുന്നതേത് പെടാത്തതേത് എന്നുള്ള രീതിയിലെല്ലാം ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ നമുക്ക് അതിൽ വരുന്ന ആ ഓർഡറുകൾ നമുക്ക് കൃത്യമായിട്ടൊന്ന് നോക്കാം. അപ്പൊ ഒന്നാമതായിട്ട് വരുന്ന ഓർഡറാണ് പ്രൊട്ടക്ഷൻ ഓർഡർ. അപ്പൊ ഈ എല്ലാ ഓർഡറുകളും മറന്നു പോകരുത്, മായാതെ മറയാതിരിക്കട്ടെ. ഈ ആക്ട് പ്രകാരമുള്ള എല്ലാ ഓർഡറുകൾ ഇടുന്നത് ആരാണ്? ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്, JFCM. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണ് ഈ ആക്ടിന്റെ അണ്ടറിലുള്ള എല്ലാ ഓർഡേഴ്സും എല്ലാ ഉത്തരവുകളും ഇടുന്നത്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഓർ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ആണ്. അതായത് മെട്രോപൊളിറ്റൻ സിറ്റികളിൽ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ആണ്. അപ്പൊ ഈ ആക്ടിന്റെ അണ്ടറിൽ വരുന്ന എല്ലാ ഉത്തരവുകളും ഇടുന്നത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ആരാണ്? മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റോ അല്ലെങ്കിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റോ ആണ്. അപ്പൊ ഇതിൽ വരുന്ന ഓർഡറുകളാണ് പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ട്, റെസിഡൻസ് ഓർഡർ ഉണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. ഓർഡേഴ്സ് അണ്ടർ ദ ആക്ട്. ഓർഡേഴ്സ് എന്താണെന്ന്? പ്രൊട്ടക്ഷൻ ഓർഡർ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം പ്രൊട്ടക്ഷൻ ആണ് വേണ്ടത്. അപ്പോ ഇതിനെക്കുറിച്ച് പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് സെക്ഷൻ 18. പ്രൊട്ടക്ഷൻ ഓർഡറിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 18 18ാമത്തെ സെക്ഷനിലാണ് പ്രൊട്ടക്ഷൻ ഓർഡറിനെ കുറിച്ച് പറയുന്നത്. പിന്നെ അത് ചെറുതായിട്ട് പറയുന്നത് 2 ക്ലോസ് O. 2 ക്ലോസ് ഓയിൽ പറയുന്നത് സെക്ഷൻ 18-ൽ പറയുന്നത് എന്താണോ അതാണ് പ്രൊട്ടക്ഷൻ ഓർഡർ എന്നാണ് 2 ക്ലോസ് ഓയിൽ പറയുന്നത്. അപ്പൊ സെക്ഷൻ 18-ലാണ് കൃത്യമായിട്ട് എന്ത് പറയുന്നത്? പ്രൊട്ടക്ഷൻ ഓർഡറിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ എന്താണ് ഈ പ്രൊട്ടക്ഷൻ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇഫ്
After hearing both parties, the magistrate is satisfied that domestic violence took place. The magistrate can pass a protection order in favor of the aggrieved party. Such a protection order restrict the respondent. അതായത് ആഫ്റ്റർ ഹിയറിംഗ് ബോത്ത് കേസ് കോടതിയിൽ വന്നു, അതായത് മജിസ്ട്രേറ്റ് ആണ് എല്ലാ ഉത്തരവുകളും ഇടുന്നതെന്ന് പഠിച്ചു. അപ്പോൾ ആഫ്റ്റർ ഹിയറിംഗ് ബോത്ത് പാർട്ടീസ്, അതായത് രണ്ടു ഭാഗവും കേട്ടു, റെസ്പോണ്ടന്റിനെ പ്രതിയെയും കേട്ടു വാദിയെയും കേട്ടു. മജിസ്ട്രേറ്റ് ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ്, മജിസ്ട്രേറ്റിന് തോന്നുകയാണ് ഡൊമസ്റ്റിക് വയലൻസ് ടുക്ക് പ്ലേസ്, ഡൊമസ്റ്റിക് ഗാർഹിക പീഡനം ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ മജിസ്ട്രേറ്റ് ക്യാൻ പാസ് ദ പ്രൊട്ടക്ഷൻ ഓർഡർ ഇൻ ഫേവർ ഓഫ് ദി എഗ്രീവ്ഡ് പാർട്ടി. ആ എഗ്രീവ്ഡ് പാർട്ടിക്ക് ഫേവറായിട്ട്, അതായത് ആ വുമണിന് ഫേവറായിട്ട് മജിസ്ട്രേറ്റ് എന്ത് ചെയ്യും? പ്രൊട്ടക്ഷൻ ഓർഡർ പാസ്സാക്കും. സച്ച് പ്രൊട്ടക്ഷൻ ഓർഡർ റെസ്ട്രിക്ട് ദ റെസ്പോണ്ട്, അത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ഓർഡർ നമ്മുടെ റെസ്പോണ്ടന്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യും. അപ്പൊ പ്രൊട്ടക്ഷൻ ഓർഡർ എന്ന് പറഞ്ഞാൽ ആ പേര് പോലെ തന്നെയാണ്, എന്ത് പ്രൊട്ടക്ഷൻ കൊടുക്കുവാണ്. ആർക്കാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? ആരാണോ കംപ്ലൈന്റ് കൊടുത്തത് ആ സ്ത്രീയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ആ സ്ത്രീയെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? മറ്റേ ആളെ റെസ്ട്രിക്റ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യല്ലേടോ താൻ എന്ന് പറയണം. ആരെ? റെസ്പോണ്ടന്റിനോട്. അപ്പൊ എന്തൊക്കെയാണ് ചെയ്യരുതെന്ന് കോടതി അയാളോട് പറയുന്നത്? കമ്മിറ്റിംഗ് ദ ആക്ട് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ്. ഇനി താനാണ് അങ്ങനത്, ഇനി ഒരു തരത്തിലുള്ള ഡൊമസ്റ്റിക് വയലൻസ് ആക്റ്റും തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത്. അപ്പൊ അതിന് റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അങ്ങനെ ഒരു ഉത്തരവ്, ഇനി താൻ എന്തെങ്കിലും ചെയ്താൽ വിവരമറിയുമെന്നുള്ള കോടതി ഉത്തരവ്. രണ്ടാമത്, അബറ്റിംഗ് ഓർ എയ്ഡിങ് ദ കമ്മീഷൻ ഓഫ് ഡൊമസ്റ്റിക് വയലൻസ്. ഏതെങ്കിലും തരത്തിലുള്ള ഡൊമസ്റ്റിക് വയലൻസ് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗൂഢാലോചന നടത്തുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നു. ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അബറ്റ് ചെയ്യുന്നു, പ്രേരിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്നു. മനസ്സിലായ? ഞാൻ ചെയ്യുന്നില്ല, അമ്മയെ നല്ല ചവിട്ടവപ്പ് കൊടുത്തു എന്ന് പറയുന്ന രീതി. അബറ്റിംഗ് ഓർ എയ്ഡിങ് ഇൻ ദ കമ്മീഷൻ ഓഫ് എ ഡൊമസ്റ്റിക് വയലൻസ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് കോടതി പ്രൊട്ടക്ട് ചെയ്യുവാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് റെസ്ട്രിക്ട് ചെയ്യുന്നത്? കോടതി പറയുന്നത് താൻ ഇനി അനങ്ങരുത്. കമ്മിറ്റിംഗ്, റെസ്ട്രിക്ട് ദ റെസ്പോണ്ടന്റ് ഫ്രം കമ്മിറ്റിംഗ് ദ ആക്ട് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ്. ഇനി ഡൊമസ്റ്റിക് വയലൻസ് താൻ കമ്മിറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞ് തടയുന്നു. രണ്ടാമതായിട്ട്, അബറ്റിംഗ് ഓർ എയ്ഡിങ് ദ കമ്മീഷൻ ഓഫ് എ ഡൊമസ്റ്റിക് വയലൻസ്. ഡൊമസ്റ്റിക് വയലൻസ് കമ്മിറ്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള അബറ്റ്മെന്റ്, അതായത് പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ അതെന്ത് ചെയ്യുന്നു? അത് തടയുന്നു, അത് ചെയ്യരുത് എന്ന് പറഞ്ഞ് കോടതി വിലക്കുന്നു. മൂന്നാമതായിട്ട്, എൻറ്ററിങ് ദ പ്ലേസ് ഓഫ് എംപ്ലോയ്മെന്റ്, സ്കൂൾ എക്സെട്ര ഓഫ് ദ എഗ്രീവ്ഡ് പേഴ്സൺ. ആ എഗ്രീവ്ഡ് പേഴ്സൺ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ സ്കൂളുകളിൽ ചെന്നിട്ട് ആ എഗ്രീവ്ഡ് പേഴ്സനെ ഈ പറയുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വരുന്നു. അതായത് അവിടെ ചെന്നിട്ട് പറയുന്നു, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, പാല് തേന് ചക്കരെ നമ്മൾ എന്തായാലും തെറ്റ് പറ്റിയതല്ലേ, ഇനി നമുക്ക് ഒരു തെറ്റ് ഞാൻ ഇനി ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെല്ലുന്ന ഒരു രീതി. അപ്പൊ അങ്ങനെ അവർ ചെയ്യുന്ന ജോലിക്ക് പോയിട്ട് ജോലി സ്ഥലത്ത് ചെന്നിട്ട് ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെയുള്ള സംസാരങ്ങളോ അല്ലെങ്കിൽ വീണ്ടും അത് വഷളാക്കുന്ന രീതിയിൽ അവിടെ പോയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കോടതി പറയുന്നു, താൻ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്കും കാലെടുത്ത് വെക്കരുത്, വിവരം അറിയും. അതല്ലെങ്കിൽ അവർക്ക് കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളുടെ സ്കൂളിൽ ചെന്നിട്ട് അങ്ങോട്ട് കാലെടുത്ത് വെക്കരുത് എന്നൊക്കെ ഉള്ള രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, പ്രൊട്ടക്ഷൻ ഓർഡർ എന്ന് പറഞ്ഞാൽ ആർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നു? എഗ്രീവ്ഡ് വുമണിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. ആ പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ എങ്ങനെയാണ്? ഇയാളുടെ ഈ എതിർകക്ഷിയുടെ ഈ പ്രതിയുടെ ഉപദ്രവങ്ങൾ ഇല്ലാതിരിക്കണം. പ്രതിയുടെയോ, അതായത് പ്രതി എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൽ അഡൾട്ട് പേഴ്സൺ വരാം, അല്ലെങ്കിൽ ഫീമെയിലും വരാം എന്ന് പറഞ്ഞു. അപ്പൊ അവരെ തടയുക കോടതി ചെയ്യുന്നത്. അപ്പൊ കോടതി ഉത്തരവിൽ എഴുതും, ഇതുപോലുള്ള ഏതെങ്കിലും ആക്ട് ചെയ്യുന്നതിൽ നിന്ന് അയാളെ വിലക്കുന്നു. അതേപോലെ തന്നെ അയാൾ ഏതെങ്കിലും തരത്തിലുള്ള മറ്റുള്ളവരെ പ്രേരിപ്പിക്കുവാണ്, നീ ചെയ്തോളൂ എന്ന് പറഞ്ഞ് പ്രേരിപ്പിക്കുന്നതിനെ തടയുന്നു. അതേപോലെ എൻറ്ററിങ് ദ പ്ലേസ് ഓഫ് എംപ്ലോയ്മെന്റ്, അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എൻ്റർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ സ്കൂളിൽ എൻ്റർ ചെയ്യുന്നതോ വിലക്കുന്നു. ഇനി അറ്റംപ്റ്റിംഗ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് എഗ്രീവ്ഡ് പേഴ്സൺ, ആ എഗ്രീവ്ഡ് പേഴ്സണുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വിലക്കുന്നു. മനസ്സിലായോ? ഫോണിൽ വിളിച്ചിട്ട് ഈ പറയുന്ന രീതിയിൽ ഒന്നുകിൽ അനാവശ്യങ്ങൾ പറയുക, അതല്ലെങ്കിൽ ഈ ചക്കരെ തേനെ പാലെ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ട് വീണ്ടും കൂടി വരാൻ വേണ്ടിയിട്ടുള്ള ഇയാളുടെ ശ്രമങ്ങൾ, അതെല്ലാം എന്ത് ചെയ്യുന്നു? കോടതിക്ക് മനസ്സിലാവുകയാണ് ഇയാൾ ശരിയല്ല
എന്ന് കോടതിക്ക് തോന്നുന്ന പക്ഷം മാത്രമാണ് ഇങ്ങനെയുള്ള ഓർഡറുകൾ കിട്ടത്തുള്ളൂ. അപ്പൊ അറ്റംപ്റ്റിംഗ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് എഗ്രീവ്ഡ് പേഴ്സൺ. പിന്നെന്താണ്? ഏലിനേറ്റ് എനി അസെറ്റ്സ്, bank accounts or lockers enjoyed by either both of the parties or the respondent singly, including her സ്ത്രീധൻ. അതായത് ഏലിനേറ്റ് എനി അസറ്റ്, അവരുടെ പേരിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്വത്തുക്കളോ ബാങ്ക് അക്കൗണ്ടുകളോ ലോക്കറുകളോ രണ്ടുപേരും കൂടി ഒരുമിച്ച് എൻജോയ് ചെയ്തിട്ടുള്ളതാണ്. അതല്ലെങ്കിൽ റെസ്പോണ്ടന്റ് മാത്രമായിട്ട് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഏലിനേറ്റ് ചെയ്ത് കളയാനായിട്ട് അയാൾ നോക്കുന്നു. ഇനി നീ എനിക്കെതിരെ കേസ് കൊടുത്തു, ഇനി നീ അനുഭവിക്കുന്നതൊന്ന് കാണണം എന്ന് കരുതിയിട്ട് ഇയാളുടെ സ്വത്തുകളൊക്കെ വിറ്റ് കളയാനായിട്ട് ശ്രമിക്കുന്നു. കോടതി പറയും പറ്റത്തില്ല എന്ന് പറയുന്നതാണ്. ഏലിനേറ്റ് എനി അസറ്റ്, ബാങ്ക് അക്കൗണ്ട് ഓർ ലോക്കേഴ്സ് എൻജോയ്ഡ് ബൈ എയ്തർ ബോത്ത് ഓഫ് ദ പാർട്ടീസ്, രണ്ടുപേരുടെ ഒരുമിച്ച് കൂട്ടായുള്ളതുമാകാം, ഈ റെസ്പോണ്ടന്റിന്റെ മാത്രമായിട്ടുള്ളതുമാകാം. അപ്പൊ അത് എന്ത് ചെയ്യുന്നു? അത് തടയുന്നു. കോടതി പറയും ഇപ്പൊ പറ്റത്തില്ല, ആ കേസ് തീരട്ടെ എന്നുള്ളത് പറയും. അടുത്തത് കോസിംഗ് വയലൻസ് ടു എനി പേഴ്സൺ who helped the aggrieved person and provide protection from the domestic violence. അതേപോലെ തന്നെ വയലൻസ് ടു എനി പേഴ്സൺ who helped the aggrieved person സഹായിക്കുന്ന ആർക്കെങ്കിലും വയലൻസ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ നിന്നും, അതായത് ഇവർക്ക് നേരിട്ടുള്ള ആക്രമണം മാത്രമല്ല, അവരുടെ വീട്ടുകാരെ ആരെങ്കിലും ഉപദ്രവിക്കാനായിട്ടുള്ള ഇയാളുടെ ശ്രമങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നും കോസിംഗ് വയലൻസ് ടു എനി പേഴ്സൺ ഹു ഹെൽപ് ദ എഗ്രീവ്ഡ് പേഴ്സൺ, ആ എഗ്രീവ്ഡ് വുമണിനെ സഹായിക്കുന്ന ഏതൊരു വ്യക്തിയേക്കും വയലൻസ് ഉണ്ടാക്കുന്നതും തടയപ്പെടുന്നു. ഇനി അടുത്തതാണ് കമ്മിറ്റിംഗ് എനി അതർ ആക്ട് വിച്ച് സ്പെസിഫൈഡ് ഇൻ ദ ഓർഡർ. അതല്ലെങ്കിൽ കോടതിക്ക് തോന്നുന്ന, മജിസ്ട്രേറ്റിന് തോന്നുന്ന ഏതൊരു സംഭവവും, അതായത് ആ സ്ത്രീയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി കൊടുക്കാനായിട്ട് കഴിയുന്ന ഏതൊരു ഉത്തരവും കോടതിക്ക് ഇടാവുന്നതാണ്. അപ്പൊ പ്രൊട്ടക്ഷൻ ഓർഡർ എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, അതായത് സെക്ഷൻ 18 പറയുന്നതാണ് പ്രൊട്ടക്ഷൻ ഓർഡർ. എല്ലാ ഉത്തരവുകളും എല്ലാ ഓർഡറുകളും ഇടുന്ന ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ആണ്. ആ ഉത്തരവ് ഇടുന്നത് എങ്ങനെയാണ്? ആഫ്റ്റർ ഹിയറിംഗ് ബോത്ത് പാർട്ടീസ്, രണ്ടുപേരെയും കേട്ടതിന് ശേഷം കോടതിക്ക് തോന്നുവാണ്, പ്രൈമാ ഫേഷ്യ പ്രഥമ ദൃഷ്ട്യാ കോടതിക്ക് തോന്നുവാണ് അവിടെ ഒരു ഡൊമസ്റ്റിക് വയലൻസ് ഹാസ് ടേക്കൻ പ്ലേസ്, അവിടെ ഒരു ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനം നടന്നിട്ടുണ്ട് എന്ന് കോടതിക്ക് തോന്നുന്ന പക്ഷം കോടതി എന്തിടും? പ്രൊട്ടക്ഷൻ ഓർഡർ ഇടും. ആ പ്രൊട്ടക്ഷൻ ഓർഡറിൽ പ്രൊട്ടക്ഷൻ ആർക്കാ കിട്ടുന്നേ? നമ്മുടെ എഗ്രീവ്ഡ് വുമണിന് കിട്ടും. എന്നിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുവാണ്. ആരെ? റെസ്ട്രിക്റ്റ് ദ റെസ്പോണ്ടന്റ്. റെസ്പോണ്ടന്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യുവാണ്. എന്തിൽ നിന്ന്? കമ്മിറ്റിംഗ് എനി ആക്ട് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ്, ഏതെങ്കിലും തരത്തിലുള്ള ഡൊമസ്റ്റിക് വയലൻസ് കമ്മിറ്റ് ചെയ്യുന്നത് തടയുന്നു, താൻ അത് ചെയ്യരുത്. രണ്ടാമത് പറയുന്നു ഏതെങ്കിലും തരത്തിലുള്ള അബറ്റിംഗ് അല്ലെങ്കിൽ എയ്ഡിങ് ദ കമ്മീഷൻ ഓഫ് ദ ഡൊമസ്റ്റിക് വയലൻസ്, അതും റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. അത് ഡൊമസ്റ്റിക് വയലൻസ് ചെയ്യുന്നതിന് വേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നു, അത് തടയുന്നു. മൂന്നാമതായിട്ട് എൻറ്ററിങ് ഇൻ ദ പ്ലേസ് ഓഫ് എംപ്ലോയ്മെന്റ്, ജോലി സ്ഥലത്ത് എൻ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്കൂളിൽ എൻ്റർ ചെയ്യുന്നത് തടയുന്നു. മൂന്നാമതായിട്ട് അറ്റംപ്റ്റ് ടു കമ്മ്യൂണിക്കേറ്റ്, റെസ്പോണ്ടന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ്, അഗ്രീവ്ഡ് വുമണുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് തടയുന്നു. അതേപോലെ ഏലിനേറ്റ് എനി അസെറ്റ്, ഏതെങ്കിലും വസ്തുക്കൾ, ബാങ്ക് അക്കൗണ്ടുകൾ, ലോക്കറുകൾ രണ്ടുപേരും ഒരുമിച്ച് എൻജോയ് ചെയ്തിരുന്ന അല്ലെങ്കിൽ ഒരാളുടെ കൈവശമുള്ള പ്രോപ്പർട്ടി വിൽക്കാൻ ശ്രമിക്കുന്നത്, ഏലിനേറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിക്കുന്നു, അതെല്ലാം കോടതി തടയുന്നു. അതേപോലെ കോസിംഗ് വയലൻസ് ടു എനി പേഴ്സൺ ഹു ഹെൽപ് ദ എഗ്രീവ്ഡ് പേഴ്സണെ സഹായിക്കുന്ന ആർക്കെങ്കിലും വയലൻസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അതും റെസ്ട്രിക്റ്റ് ചെയ്യുന്നു, ചെയ്യരുത്. അതേപോലെ മറ്റുള്ള ഏതൊരു ആ സ്ത്രീക്ക് സുരക്ഷിതത്വം കിട്ടുന്ന ഏതൊരു കാര്യവും, അതായത് ഇപ്പോൾ നമ്മളോട് എക്സാമ്പിൾ സഹിതമൊക്കെ ചോദിച്ചാൽ നമുക്കത് എഴുതുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പുതിയ പാറ്റേൺ ആയതുകൊണ്ടാണ് നമുക്കിതെല്ലാം ഇങ്ങനെ വിശദീകരിച്ച് കൂടുതലായിട്ട് പറയേണ്ടി വരുന്നത്. അല്ലെങ്കിലും ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ ഇങ്ങനെ വിശദീകരിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴൊക്കെ അത് കുറച്ചുകൂടി ശ്രദ്ധിച്ച് നമ്മൾ നോക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും എക്സാമ്പിൾ സഹിതം, ഇപ്പോൾ എയും ബിയും ഭാര്യ ഭർത്താക്കന്മാരാണ്, അപ്പോൾ ഒരു ഡൊമസ്റ്റിക് വയലൻസ് നടന്നു. അപ്പോൾ അവരുടെ ആ ഒരു അസറ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു ബാങ്ക് അക്കൗണ്ട് എ എന്ന് പറയുന്ന ഹസ്ബൻഡ് വേറൊരാൾക്ക് ഇസഡ് എന്ന് പറയുന്ന ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യുവാണ്. ആ ട്രാൻസ്ഫർ വാലിഡ് ആണോ? അങ്ങനെ ആണെന്ന് അതിന് തടയാനായിട്ട് മജിസ്ട്രേറ്റിന് കഴിയുമോ? ചോദ്യം. മജിസ്ട്രേറ്റിന് കഴിയും. എന്താണ്? മജിസ്ട്രേറ്റ് പ്രൊട്ടക്ഷൻ ഓർഡർ ഇടും. പ്രൊട്ടക്ഷൻ ഓർഡർ ഇട്ടിട്ട് അത്തരത്തിലുള്ള ട്രാൻസ്ഫർ നടത്താൻ പാടില്ല എന്ന് കോടതിക്ക് പറയാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് റെസിഡൻസ് ഓർഡർ. അപ്പോൾ പ്രൊട്ടക്ഷൻ ഓർഡർ കഴിഞ്ഞു. ഇനി അടുത്തത് റെസിഡൻസ് ഓർഡർ.
റെസിഡൻസ് ഓർഡർ. ആ പേര് കേൾക്കും. നേരത്തെ പ്രൊട്ടക്ഷൻ ഓർഡർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രൊട്ടക്ഷൻ കൊടുക്കുവാണ്. ആർക്കാ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് നമ്മുടെ എഗ്രീവ്ഡ് വുമണിന്. റെസിഡൻസ് ഓർഡർ എന്ന് പറഞ്ഞാൽ റെസിഡൻസ് എന്താ? താമസിക്കാനുള്ള ഇടം കൊടുക്കുന്നു. അതാണ് റെസിഡൻസ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ അത് പറയുന്നത് സെക്ഷൻ 19. സെക്ഷൻ 19 ഇത് 18 ആണ്, ഇത് സെക്ഷൻ 19 ആണ്. അതേപോലെ 2 ക്ലോസ് ഓക്ക് പകരം 2 ക്ലോസ് പി ആണ്. 2 ക്ലോസ് സ്മോൾ പി, ഇത് ഓ ആണെങ്കിൽ ഇത് പി ആണ്. അപ്പോ ഓയില് പിയിൽ എന്താ പറയുന്നത്? സെക്ഷൻ 19 പറയുന്ന ഡെഫിനിഷൻ ആണ് യഥാർത്ഥത്തിലുള്ള ഇതിന്റെ ഡെഫിനിഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് റെസിഡൻസ് ഓർഡർ എന്ന് പറയുമ്പോൾ? ദ മജിസ്ട്രേറ്റ് ഓൾസോ പാസ് ദ റെസിഡൻസ് ഓർഡർ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ഉത്തരവുകളും പാസ്സാക്കാനുള്ള അധികാരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഒരു മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ആണ്. അപ്പോൾ റെസിഡൻസ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എഗ്രീവ്ഡ് വുമണിന് താമസിക്കാനായിട്ടുള്ള അവകാശം കൊടുക്കുന്നു. അപ്പൊ ആ ഓർഡറിൽ മജിസ്ട്രേറ്റ് എന്താ പറയുന്നത്? സച്ച് ഓർഡർ മേ റിസ്ട്രെയിൻ ദ റെസ്പോണ്ടന്റ് ഫ്രം ഡിസ്പൊസസിങ് ഓർ ഡിസ്റ്റർബിങ് ദ പൊസഷൻ ഓഫ് ദ എഗ്രീവ്ഡ് പേഴ്സൺ. അവിടെ റെസ്പോണ്ടന്റിനെ റിസ്ട്രെയിൻ ചെയ്യുവാണ്, തടയുകയാണ്. എന്ത്? ഡിസ്പൊസസിങ് ഓർ ഡിസ്ട്രിബ്യൂട്ടിങ് ദ പൊസഷൻ ഓഫ് എഗ്രീവ്ഡ് പേഴ്സൺ. അതായത് ആ എഗ്രീവ്ഡ് പേഴ്സണെ ആ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഡിസ്പൊസസ് ചെയ്യുന്നത്. നമ്മൾ പൊസഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയില്ല, കൈവശാവകാശം. ഡിസ്പൊസഷൻ അതായത് അവിടെ നിന്ന് ആ പൊസഷനിൽ നിന്ന് മാറ്റുന്ന കാര്യം റിസ്ട്രെയിൻ ചെയ്യുന്നു, മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ് റെസ്ട്രിക്ഷൻ കൊടുക്കുവാണ്. ആ മാസം ഇപ്പോൾ ഏതെങ്കിലും ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവരെ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഇയാൾ പറയുവാണ്, നീ എനിക്കെതിരെ കേസ് കൊടുത്തതല്ലേ, നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകണം. അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ കോടതി ഇടപെട്ടിട്ട് കോടതിക്ക് പ്രഥമ ദൃഷ്ട്യാ തോന്നുവാണ് അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്, ഡൊമസ്റ്റിക് വയലൻസ് നടന്നിട്ടുണ്ടെന്ന് കോടതിക്ക് തോന്നിക്കഴിഞ്ഞാൽ കോടതി എന്ത് ചെയ്യും? റിസ്ട്രെയിൻ ദ റെസ്പോണ്ടന്റ് ഫ്രം ഡിസ്പൊസസിങ് ദ പൊസഷൻ ഓഫ് ദി എഗ്രീവ്ഡ് പേഴ്സൺ. അതായത് അത്തരത്തിലുള്ള ഡിസ്പൊസഷന് തടയിടും. കോടതി പറയും പാടില്ല, അങ്ങനെ ഡിസ്പൊസസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. രണ്ടാമതായിട്ട് ഡയറക്റ്റ് ദ റെസ്പോണ്ടന്റ് ടു റിമൂവ് ഹിംസെൽഫ് ഫ്രം ദ ഷെയർഡ് ഹൗസ് ഹോൾഡ്. കോടതിക്ക് ഡയറക്ഷൻ കൊടുക്കാം. ആർക്ക് ഡയറക്ഷൻ കൊടുക്കാം? റെസ്പോണ്ടന്റിന് ഡയറക്ഷൻ കൊടുക്കാം. ടു റിമൂവ് ഹിംസെൽഫ് ഫ്രം ദ ഷെയർഡ് ഹൗസ് ഹോൾഡ്. ഈ ഷെയർഡ് ഹൗസ് ഹോൾഡിൽ നിന്ന് താൻ അവിടെ നിന്ന് സ്വയം മാറ് എന്ന് പറഞ്ഞിട്ട് നിർദ്ദേശം കൊടുക്കാം. അവരെ ശല്യം ഉണ്ടാക്കാതെ താൻ അവിടെ നിന്ന് മാറ് എന്ന് കോടതിക്ക് പറയാം. അപ്പൊ എന്താണ്? ഒന്നാമതായിട്ട് കോടതിക്ക് പറയാം ആ പ്രോപ്പർട്ടി ഡിസ്പോസ് ചെയ്ത് കളയുന്നു, അല്ലെങ്കിൽ അവരെ ഡിസ്പൊസഷൻ, അവരുടെ ആ പൊസഷനിൽ നിന്ന് അവരെ മാറ്റുവാണെങ്കിൽ കോടതി അത് തടയും. റിസ്ട്രെയിൻ ദ റെസ്പോണ്ടന്റ് ഫ്രം ഡിസ്പൊസസിങ് ദ എഗ്രീവ്ഡ് പേഴ്സൺ. രണ്ടാമത് എന്താ പറഞ്ഞത്? കോടതിക്ക് ഡയറക്ഷൻ കൊടുക്കാം. ആരോട്? ആ പ്രതിയോട്, റെസ്പോണ്ടന്റിനോട് പറയാം റിമൂവ് ഹിംസെൽഫ് ഫ്രം ദ ഷെയർഡ് ഹൗസ്. ആ ഷെയർഡ് ഹൗസ് ഹോൾഡിൽ താൻ തന്നെ അങ്ങ് മാറ് എന്ന് പറയാം. പക്ഷെ ആ ഉത്തരവ് ഒരിക്കലും ഫീമെയിൽ റെസ്പോണ്ടന്റിനെതിരെ കോടതി കൊടുക്കത്തില്ല. ഇപ്പൊ ഫീമെയിൽ റെസ്പോണ്ടന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഭർത്താവിന്റെ അമ്മയാണ് പ്രതി എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോടതി ഒരിക്കലും റിമൂവ് ഹെർസെൽഫ് ഫ്രം ദ ഷെയർഡ് ഹൗസ് ഹോൾഡ് എന്ന് പറയത്തില്ല. കാരണം സ്ത്രീകൾക്കൊരു പരിഗണന കൊടുക്കുന്നതാണ് അത് കോടതി. കാരണം മേലിനോട് പറയാം, മെയിൽ റെസ്പോണ്ടന്റിനോടാണെങ്കിൽ പറയാം താൻ അവിടെ നിന്ന് റിമൂവ് ആകുമെന്ന് പറയാം. പക്ഷെ ഫീമെയിൽ റെസ്പോണ്ടന്റിനോട് കോടതി എന്ത് ചെയ്യത്തില്ല? അങ്ങനെയുള്ളൊരു ഉത്തരവ് കൊടുക്കത്തില്ല എന്നുള്ളതും ഓർത്തു വെക്കുക. പിന്നെ എന്താ പറയുന്നത്? പിന്നെ പറയുന്നത് റിസ്ട്രെയിൻ ദ റെസ്പോണ്ടന്റ് or any of the relative from entering the shared household of the parties where the aggrieved person resides. അതായത് റിസ്ട്രെയിൻ ദ റെസ്പോണ്ടന്റിനെ മാത്രമല്ല തടയുന്നത്, ഓർ എനി ഓഫ് ദി റിലേറ്റീവ്സ്, അദ്ദേഹത്തിന്റെ ഏതെങ്കിലും റിലേറ്റീവ് ഫ്രം എൻറ്ററിങ് ദ ഷെയർഡ് ഹൗസ് ഹോൾഡ് ഓഫ് ദ പാർട്ടീസ് ഓർ എഗ്രീവ്ഡ് പേഴ്സൺ റിസൈഡ്. ആ എഗ്രീവ്ഡ് പേഴ്സൺ താമസിക്കുന്ന സ്ഥലത്ത് ഈ റെസ്പോണ്ടന്റ് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഏതെങ്കിലും റിലേറ്റീവ് അങ്ങോട്ട് കടക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞ് കോടതി വിലക്കുന്നു. അതായത് പൂർണ്ണമായിട്ടുള്ള ഒരു റെസിഡൻസ് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ അവിടെ കോടതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നാലാമതായിട്ട് റിസ്ട്രെയിൻ ദ റെസ്പോണ്ടന്റ് ഫ്രം റിനൗൺസിങ് ഹിസ് റൈറ്റ് ഇൻ ദ ഷെയർഡ് ഹൗസ് ഹോൾഡ്. അതേപോലെ തന്നെ റെസ്പോണ്ടന്റിനെ തടയുന്നു, റിനൗൺസിങ് ഹിസ് റൈറ്റ് ഇൻ ദ ആ ഷെയർഡ് ഹൗസ് ഹോൾഡിൽ അയാളുടെ അവകാശങ്ങൾ ഉള്ളത് ത്യജിക്കുന്നതിനെ എന്ത് ചെയ്യുന്നു? കോടതി പറയുന്നു അങ്ങനെ പറ്റത്തില്ല, തൻ്റെ അവകാശം അവിടെ നിൽക്കട്ടെ, അത് താൻ ഉപേക്ഷിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് കോടതി വിലക്കുന്നു.
അതേപോലെ റിസ്ട്രെയിൻ ദ റെസ്പോണ്ടന്റ് ഫ്രം ഡിസ്പോസിങ് ഓഫ് ദ ഷെയർഡ്, ആ പ്രോപ്പർട്ടി വിൽക്കാനായിട്ട് അയാൾ നോക്കുവാണ്. കോടതി പറയും പറ്റത്തില്ല, റിസ്ട്രെയിൻ ദ റെസ്പോണ്ടന്റ് ഫ്രം ഡിസ്പോസിങ് ഓഫ് ദി ഷെയർഡ് ഹൗസ് ഹോൾഡ്. ആ ഷെയർഡ് ഹൗസ് ഹോൾഡ് ഡിസ്പോസ് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു? കോടതി തടയുന്നു. അപ്പൊ എല്ലാ ഉത്തരവുകളും ഇടുന്നത് കോടതിയാണ്. അപ്പൊ ചോദിക്കും, ഇത് സുവോമോട്ടോ കോടതി ഇടുന്നതിന് പകരം ഈ കോടതിയിൽ ഇതിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കണം. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ഡിസ്പോസ് ചെയ്യാൻ പോവുകയാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു സ്ത്രീ ഡൊമസ്റ്റിക് വയലൻസ് പ്രകാരം കേസ് കൊടുത്തു കഴിയുമ്പോൾ ആ ഹസ്ബൻഡ് ആ വീട് താമസിക്കുന്ന വീട് ഡിസ്പോസ് ചെയ്യാൻ പോകുന്നു. ആ വിവരം ഇവർ അറിയുമ്പോൾ തന്നെ കോടതിയെ സമീപിച്ചിട്ട് പറയണം, ഇങ്ങനെ എൻ്റെ റെസിഡൻസ് ഫ്ലക്ച്വേഷൻ സംഭവിക്കാൻ പോവുകയാണ്, എന്നെ ഡിസ്പോസ് ചെയ്യാൻ പോവുകയാണ് എന്ന് കോടതിയെ ധരിപ്പിക്കുമ്പോൾ കോടതി എന്ത് ചെയ്യും? അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫീസറെയോ സർവീസ് പ്രൊവൈഡറെയോ ധരിപ്പിക്കുമ്പോൾ അവർ ആപ്ലിക്കേഷൻ കോടതിയിൽ കൊടുക്കും, ഇങ്ങനെയുള്ളൊരു കാര്യമുണ്ടെന്ന് പറയും. അപ്പോൾ കോടതി അത് പരിശോധിച്ചതിന് ശേഷം അത് ഉടൻ തന്നെ വേണ്ടമെന്ന് യുക്തമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കോടതി ഒരു ഉത്തരവിറക്കും. അതാണ് റെസിഡൻസ് ഓർഡർ എന്ന് പറയുന്നത്. അങ്ങനെ ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് റെസിഡൻസ് ഓർഡറിനെ പറ്റി പറഞ്ഞത്? റെസിഡൻസ് ഓർഡറിനെ പറ്റി പറയുന്നത് സെക്ഷൻ 19 കൃത്യവും വ്യക്തവുമായിട്ടുള്ള നിർവചനം പറയുന്നത്. 2 ക്ലോസ് പിയിലാണ് ചെറുതായ രീതിയിൽ പറയുന്നത്. 2 ക്ലോസ് പിയിൽ പറയുന്നത് സെക്ഷൻ 19 പറയുന്ന ഡെഫിനിഷൻ ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ റെസിഡൻസ് ഓർഡർ എന്ന് പറയുന്നതിൽ പറയുന്നത്. അപ്പൊ എന്താണ് റെസിഡൻസ് ഓർഡറിൽ എന്തൊക്കെ കാര്യങ്ങളാ പറയുന്നത്? റെസിഡൻസ് ഓർഡറിൽ കോടതി റിസ്ട്രെയിൻ ചെയ്യുവാണ് നമ്മുടെ റെസ്പോണ്ടന്റിനെയും ഇതിൽ നിന്ന്, നമ്മുടെ ഈ എഗ്രീവ്ഡ് പേഴ്സണെ ഡിസ്പൊസഷൻ സംഭവിപ്പിക്കുന്നതിൽ നിന്ന്, അവരവിടെ നിന്ന് അവരുടെ പൊസഷനിൽ നിന്ന് ഒഴിവാക്കുന്നതിനെ കോടതി തടയുന്നു. അതേപോലെ തന്നെ കോടതി പറയുന്നു റിമൂവ് ഹിംസെൽഫ് ഫ്രം ദ ഷെയർഡ് ഹൗസ് ഹോൾഡ്, ഡയറക്ഷൻ കൊടുക്കുവാണ് റെസ്പോണ്ടന്റ്, താൻ അവിടെ നിന്ന് മാറുക എന്ന് പറഞ്ഞു. പക്ഷെ അതൊരു സ്ത്രീ റെസ്പോണ്ടന്റ് ആണെങ്കിൽ, ഫീമെയിൽ റെസ്പോണ്ടന്റ് ആണെങ്കിൽ കോടതി അത്തരത്തിലുള്ള ഉത്തരവ് കൊടുക്കത്തില്ല. അതേപോലെ കോടതി റിസ്ട്രെയിൻ ചെയ്യുവാണ് ആരെ? റെസ്പോണ്ടന്റിനെ മാത്രമല്ല എനി ഓഫ് ദ റിലേറ്റീവ്സ്, ആ റെസ്പോണ്ടന്റ് റിലേറ്റീവ്സിനോടും ഫ്രം എൻറ്ററിങ് ദ ഷെയർഡ്, ആ ഷെയർഡ് ഹൗസ് ഹോൾഡിലേക്ക് എൻറ്റർ ചെയ്യുന്നതിന് തടയുന്നു. അതേപോലെ റിസ്ട്രെയിൻ ദ റെസ്പോണ്ട് ഫ്രം റിനൗൺസിങ് ഹിസ് റൈറ്റ് ഇൻ ദ ഷെയർഡ്, ആ ഷെയർഡ് ഹൗസ് ഹോൾഡിലുള്ള ആ നമ്മളുടെ റെസ്പോണ്ടന്റിന്റെ അവകാശങ്ങൾ ത്യജിക്കുന്നത് കോടതി തടയുന്നു. അതേപോലെ തന്നെ റിസ്ട്രെയിനിങ് ദ റെസ്പോണ്ട് ഫ്രം ഡിസ്പോസിങ് ഓഫ് ദ ഷെയർഡ് ഹൗസ് ഹോൾഡ്, ആ ഷെയർഡ് ഹൗസ് ഹോൾഡ് ഡിസ്പോസ് ചെയ്യുന്നതിൽ നിന്ന് റെസ്പോണ്ടന്റിനെ റിസ്ട്രെയിൻ ചെയ്യുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ റെസിഡൻസ് ഓർഡറിൽ വരുന്നത്. ഇനി അടുത്തൊരു ഓർഡറാണ് മോണിറ്ററി റിലീഫ്. മോണിറ്ററി റിലീഫ് അതിനെപ്പറ്റി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 20. 20ാമത്തെ വകുപ്പിലാണ് മോണിറ്ററി റിലീഫിനെ പറ്റി പറയുന്നത്. ദ മജിസ്ട്രേറ്റ്, അപ്പൊ എല്ലാ ഉത്തരവുകളും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, എല്ലാ ഉത്തരവുകളും ആരാണ്? ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഓർ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ആണ്. ഈ മോണിറ്ററി റിലീഫും അദ്ദേഹമാണ്. ദ മജിസ്ട്രേറ്റ് ഓൾസോ ഡയറക്ട് ദ റെസ്പോണ്ടന്റ് ടു പേ മോണിറ്ററി റിലീഫ് ടു ദി അഗ്രീവ്ഡ് പേഴ്സൺ ഫോർ എക്സ്പെൻസസ് ഇൻക്വയർഡ് ആൻഡ് ലോസസ് സഫേർഡ് ബൈ ഹർ. അതായത് കോടതി പറയും എഗ്രീവ്ഡ് പേഴ്സൺ, മോണിറ്ററി റിലീഫ് ടു ദി എഗ്രീവ്ഡ് പേഴ്സൺ, ഈ എഗ്രീവ്ഡ് വുമണ് അല്ലെങ്കിൽ എഗ്രീവ്ഡ് പേഴ്സണ് നിങ്ങൾ മോണിറ്ററി റിലീഫ് കൊടുക്കണം. എന്തിനുള്ള? ഫോർ എക്സ്പെൻസസ് ഇൻക്വയർഡ് ആൻഡ് ലോസസ് സഫേർഡ് ബൈ ഹർ, അവർക്ക് അത് മുഖാന്തരം എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പെൻസുകൾ വന്നിട്ടുണ്ട്, അതല്ലെങ്കിൽ അവർക്ക് കുറെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനുള്ള സഹായങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞൊരു ഉത്തരവിടാം. അപ്പൊ അതില് സച്ച് റിലീഫ് ഇൻക്ലൂഡ്, അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. നോട്ട് ലിമിറ്റഡ് ടു, അത് മാത്രമല്ല, പക്ഷെ അതിൽ ഉൾപ്പെടുന്ന ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ലോസ് ഓഫ് ഏണിങ്സ്, ഇവർക്ക് ഈ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് ഇടികൊണ്ടപ്പോ കുറച്ച് അവർക്ക് ജോലിക്ക് പോകാൻ കഴിഞ്ഞില്ല. അപ്പൊ ആ ലോസ് ഓഫ് ഏണിങ്സ്, ആ പൈസ കൊടുക്കണം. മെഡിക്കൽ എക്സ്പെൻസ്, അതേപോലെ ലോസ് കോസ്റ്റ് ടു ദി ഡിസ്ട്രക്ഷൻ ഓർ ഡാമേജ് ഓഫ് എനി പ്രോപ്പർട്ടി, ലോസ്, ഡിസ്ട്രക്ഷൻ ഓർ ഡാമേജ് ഓഫ് എനി പ്രോപ്പർട്ടി. അതേപോലെ തന്നെ മെയിൻ്റെനൻസ് ഫോർ ദി അഗ്രീവ്ഡ് പേഴ്സൺ ആൻഡ് ഹെർ ചിൽഡ്രൻ, മെയിൻ്റെനൻസ്.
അതായത് ഈ പറയുന്ന കാറ്റഗറി അപ്പൊ എടുത്തു പറയുവാണ്. അപ്പൊ മോണിറ്ററി റിലീഫില് പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങൾ, പക്ഷെ ഇത് മാത്രമല്ല അല്ലാതെയുള്ള കാര്യങ്ങളും വരാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ എടുത്തു പറയുന്ന കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യുക. ലോസ് ഓഫ് ഏർണിങ്സ്. അപ്പോൾ ഒരു ഡൊമസ്റ്റിക് വയലൻസ് നടന്നു, അതിന്റെ ഫലമായിട്ട് ഇവർക്ക് ഈ പറയുന്ന രണ്ടുപേരും തമ്മിൽ ഇടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇവരെ തള്ളി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ തല ഇടിച്ചു. അപ്പോൾ കുറച്ച് ദിവസം ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വന്നു. അപ്പോൾ ജോലി ഉണ്ടായിരുന്ന ജോലിക്ക് പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ ലോസ് ഓഫ് ഏർണിങ്സ് ഉണ്ടായി. അപ്പോൾ ആ ലോസ് ഓഫ് ഏർണിങ്സിന് ആനുപാതികമായിട്ടുള്ള തുക ആര് കൊടുക്കണം? ഈ റെസ്പോണ്ടന്റ് നമ്മുടെ എഗ്രീഡ് വുമണിന് കൊടുക്കണം. അതിനുള്ള ഒരു ഉത്തരവ് ആർക്കിടാം? മജിസ്ട്രേറ്റിന് ഇടാം. അതേപോലെ തന്നെ മെഡിക്കൽ എക്സ്പെൻസസ്, അവരുടെ തല പോയി ഇടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 5 സ്റ്റിച്ച് ഇടേണ്ടി വന്നു. അപ്പോൾ അതുപോലെ തന്നെ വേറെ ബുദ്ധിമുട്ടുകൾ അവിടെ നമുക്ക് മെഡിക്കൽ ഇതിൽ സ്കാൻ ചെയ്യാനൊക്കെ ആയിട്ട് പൈസയൊക്കെ ചിലവായി. ആ മെഡിക്കൽ എക്സ്പെൻസും ആര് വഹിക്കണം? റെസ്പോണ്ടന്റ് കൊടുക്കണം. മൂന്നാമതായിട്ട് ലോസ് ഓർ ഡാമേജ് ഓഫ് എനി പ്രോപ്പർട്ടി. അങ്ങനെ അവരെ തള്ളി അങ്ങോട്ടിട്ട് ഒരു ചവിട്ടങ്ങ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ഉണ്ടായിരുന്ന ഇവർ വാങ്ങി വെച്ച ഒരു TV എന്ന് പറഞ്ഞ് വീണു, അതെല്ലാം പൊട്ടി തകർന്നു. അപ്പോൾ അവിടെ ആ പ്രോപ്പർട്ടി ഡാമേജ് ആയി. അപ്പോൾ അതിനെന്ത് തുക വന്നിട്ടുണ്ട്? ആ തുക ആര് കൊടുക്കണം? നമ്മുടെ ഈ റെസ്പോണ്ടന്റ് കൊടുക്കണം. അതാണ് ലോസ് കോസ്ഡ് ഡ്യൂ ടു ദി ഡിസ്ട്രക്ഷൻ ഓർ ഡാമേജ് ഓഫ് എനി പ്രോപ്പർട്ടി. പിന്നെന്താണ്? മെയിൻ്റെനൻസ്, അവർക്കും അവരുടെ മക്കൾക്കും കഴിയാനായിട്ടുള്ള മെയിൻ്റെനൻസ് തുകയും കൊടുക്കണം എന്ന് പറഞ്ഞ് കോടതിക്ക് ഉത്തരവിടാം. അതെല്ലാമാണ് ഇതിൽ വരുന്നത്, ഈ മോണിറ്ററി റിലീഫ് എന്ന് പറയുന്നതിൽ വരുന്നത്. അവരെ പ്രൊട്ടക്റ്റ് ചെയ്തു, കാരണം അവർക്കെതിരെ ഡൊമസ്റ്റിക് വയലൻസ് ഇനി കമ്മിറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞ് പ്രൊട്ടക്റ്റ് ചെയ്തു. പിന്നെ അവർക്ക് താമസിക്കാനായിട്ട് സുരക്ഷിതത്വം കൊടുത്തു, റെസിഡൻസ് ഓർഡറിൽ. മൂന്നാമതായിട്ട് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നു, ലോസ് ഓഫ് ഏർണിങ്സ്. അതേപോലെ അവരുടെ മെഡിക്കൽ എക്സ്പെൻസ്, അവരുടെ പ്രോപ്പർട്ടി ഡിസ്ട്രക്റ്റ് ചെയ്തതിന്, അതേപോലെ അവർക്ക് മെയിൻ്റെനൻസ് കൊടുക്കണം എന്ന് പറഞ്ഞ് മജിസ്ട്രേറ്റിന് ഉത്തരവിടാം. ദാറ്റ് മോണിറ്ററി റിലീഫ് ഗ്രാൻറ്റഡ് shall be adequate, fair and reasonable and consistent with the standard of living to which the aggrieved person is accustomed. അതായത് അത്തരത്തിലുള്ള ആ മോണിറ്ററി റിലീഫ് വിധിക്കുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? വളരെ ആഡിക്വേറ്റ് ആയിട്ടുള്ളൊരു എമൗണ്ട് ആയിരിക്കണം, ഫെയർ ആയിട്ടുള്ളൊരു എമൗണ്ട് ആയിരിക്കണം, റീസണബിൾ ആയിട്ടുള്ളൊരു എമൗണ്ട് ആയിരിക്കണം. അപ്പോൾ ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കണം, ഫെയർ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കണം, റീസണബിൾ ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കണം, ആൻഡ് കൺസിസ്റ്റന്റ് വിത്ത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വിച്ച് എഗ്രീവ്ഡ് പേഴ്സൺ ആ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനനുസരിച്ചിട്ടുള്ള ഒരു ഇതായിരിക്കണം വിധിക്കേണ്ടത് എന്നുള്ളതാണ്. വളരെ റീസണബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. അതല്ലാതെ ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ എന്തെങ്കിലും ലോസ് ഓഫ് ഏർണിങ്സ് അവർക്ക് ഒരു 10,000 രൂപയുടെ നഷ്ടത്തിന് വിധിക്കുന്നത് 10 ലക്ഷം രൂപ, അങ്ങനെയല്ല. വളരെ റീസണബിൾ ആയിട്ടുള്ള രീതിയിൽ, വളരെ ഫെയർ ആയിട്ടുള്ള രീതിയിൽ. ഇനി 10 ലക്ഷം രൂപ ചെലവായതിന് 5,000 രൂപ വിധിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ റീസണബിൾ ആയിട്ടുള്ളതും ഫെയർ ആയിട്ടുള്ളതും ആഡിക്വേറ്റ് ആയിട്ടുള്ളതും കൺസിസ്റ്റന്റ് വിത്ത് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന് ആനുപാതികമായിട്ടുള്ളൊരു തുകയാണ് കോടതി വിധിക്കേണ്ടത്. അപ്പം മൂന്നാമത്തെ ഓർഡറും കഴിഞ്ഞു. ഒന്നാമത് നമ്മൾ പഠിച്ചു, പ്രൊട്ടക്ഷൻ ഓർഡർ പഠിച്ചു, സെക്ഷൻ 18. രണ്ടാമത്തത് ഓർഡർ അനുസരിച്ചിട്ട് നോക്കി പോവുക. പ്രൊട്ടക്ഷൻ ഓർഡർ സെക്ഷൻ 18, റെസിഡൻസ് ഓർഡർ സെക്ഷൻ 19, then 20 മോണിറ്ററി റിലീഫ്. മോണിറ്ററി റിലീഫിൽ വരുന്ന റിലീഫ് ഏതെല്ലാം ഗണത്തിലുള്ളതൊക്കെയാണ്? ലോസ് ഓഫ് ഏർണിങ്സ്, മെഡിക്കൽ എക്സ്പെൻസ്, ലോസ് ഓഫ് ഡാമേജ് ടു എനി പ്രോപ്പർട്ടി ആൻഡ് മെയിൻ്റെനൻസ്. ഇത് മാത്രമാണോ? ഇത് എടുത്തു പറയുന്നതാണ്. ഇത് കൂടാതെ അതിൽ ഉൾപ്പെടാമെന്ന് പറയുന്നത്. പക്ഷെ അതെങ്ങനെയുള്ളതായിരിക്കണം? ആഡിക്വേറ്റ് ആയിരിക്കണം, ഫെയർ ആയിരിക്കണം, റീസണബിൾ ആയിരിക്കണം, കൺസിസ്റ്റന്റ് വിത്ത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഇനി അടുത്തൊരു ഓർഡർ ആണ് കസ്റ്റഡി ഓർഡർ. കസ്റ്റഡി ഓർഡർ അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, കസ്റ്റഡി ആരുടെ? കുട്ടികളുടെ കസ്റ്റഡി. അപ്പൊ അത് ഏത് സെക്ഷനാ? സെക്ഷൻ 21. സെക്ഷൻ 20 പറഞ്ഞു, ദെൻ സെക്ഷൻ 21. സെക്ഷൻ 21 കസ്റ്റഡി ഓർഡർ പറയുന്നു. എന്താണ്? ദ മജിസ്ട്രേറ്റ്, എല്ലാ ഉത്തരവുകളും വിടുന്നത് മജിസ്ട്രേറ്റ്, മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ഓർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്. The magistrate grant the custody of a child or children to the aggrieved person or person making an application on her behalf. He may also specify the visitation arrangement as well. കസ്റ്റഡി ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോടതിക്ക് ഗ്രാൻഡ് കസ്റ്റഡി ഓഫ് എ ചൈൽഡ്, ആ കുട്ടികളുടെ കസ്റ്റഡിക്ക് വേണ്ടി ഓർഡർ ഇടാം.
or children to the aggrieved person or person making an application on her behalf. അതായത് ഇപ്പോൾ കുട്ടികൾ ഇയാളുടെ സംരക്ഷണത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എഗ്രീവ്ഡ് വുമണിന് ഒരു ആപ്ലിക്കേഷൻ ഇട്ടിട്ട് അതിൻ്റെ കസ്റ്റഡി ആവശ്യപ്പെടാം. അത് ഒന്നുകിൽ എഗ്രീവ്ഡ് പേഴ്സണോ അല്ലെങ്കിൽ അവളുടെ ബിഹാഫിൽ വേറെ ആർക്കെങ്കിലും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം അവർക്ക് വേണ്ടി. അപ്പോൾ കോടതി അത് അനുവദിക്കാം. ഹി ഓൾസോ സ്പെസിഫൈ ദ വിസിറ്റേഷൻ അറേഞ്ച്മെന്റ്. അതേപോലെ ഓരോരുത്തർക്കും കാണാനായിട്ടുള്ള സമയങ്ങളും കോടതിക്ക് വേണമെങ്കിൽ നിശ്ചയിക്കാം എന്ന് പറയുവാണ്. ഇൻ കേസ് he feels that visitation by the respondent would be harmful to the child, the magistrate even refused to allow. ഇനി അങ്ങനെ വന്ന് കാണുന്നത് ആ കുട്ടിക്ക് അത് ഹാംഫുൾ ആണ് എന്ന് കോടതിക്ക് തോന്നുന്ന പക്ഷം കോടതിക്ക് എന്ത് ചെയ്യാം, അങ്ങനെയുള്ള ആ വിസിറ്റ് അലോ ചെയ്യാതിരിക്കാം. അതാണ് കസ്റ്റഡി ഓർഡറിൽ പറയുന്നത്. അപ്പോൾ കസ്റ്റഡി ഓർഡറിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 21 കുട്ടികളുടെ കസ്റ്റഡിയെ പറ്റിയാണ്. അപ്പോൾ കസ്റ്റഡിയിൽ കുട്ടികളുടെ കസ്റ്റഡി ആർക്ക് വിട്ടുകൊടുക്കാൻ, ഈ എഗ്രീവ്ഡ് വുമണിന് വിട്ടുകൊടുക്കാൻ വേണ്ടി കോടതിക്ക് ഉത്തരവിടാവുന്നതാണ്. അതേപോലെ തന്നെ റെസ്പോണ്ടന്റിന് സമയാസമയങ്ങളിൽ വിസിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു അവകാശം കൊടുക്കാവുന്നതാണ്. ഇനി അങ്ങനെ കൊടുക്കുമ്പോൾ കോടതിക്ക് തോന്നുവാണ് സച്ച് വിസിറ്റ് ഈസ് ഹാംഫുൾ ടു ദി ചൈൽഡ്, ആ കുട്ടിക്ക് ഹാംഫുൾ ആണ് എന്ന് തോന്നുന്ന പക്ഷം കോടതി എന്ത് ചെയ്യാം, റെഫ്യൂസ് ടു അലോ, അങ്ങനെയുള്ള ആ വിസിറ്റേഷൻ ക്യാൻസൽ ചെയ്യാവുന്നതാണ്, അങ്ങനെ അനുവദിക്കാതിരിക്കാവുന്നതാണ് എന്നും പറയുന്നു. ഇനി അടുത്ത ഓർഡറാണ് കോമ്പൻസേഷൻ ഓർഡർ. അപ്പോൾ 1 പ്രൊട്ടക്ഷൻ, 2 റെസിഡൻസ്, 3 മോണിറ്ററി റിലീഫ്, 4 കസ്റ്റഡി ഓർഡർ, 5 കോമ്പൻസേഷൻ ഓർഡർ. കോമ്പൻസേഷൻ ഓർഡർ എന്താ? കോമ്പൻസേഷൻ ഓർഡർ അത് സെക്ഷൻ 22, ഇത് 21, ദെൻ സെക്ഷൻ 22 കോമ്പൻസേഷൻ ഓർഡർ. നമുക്കറിയാം കോമ്പൻസേഷൻ കൊടുക്കാൻ പറയുവാണ്. ദ മജിസ്ട്രേറ്റ് ഓൾസോ പാസ് ആൻ ഓർഡർ ഡയറക്റ്റിംഗ് ദ റെസ്പോണ്ടന്റ് to pay compensation to the aggrieved person for injuries, mental torture and emotional distress caused to her because of the domestic violence. ഈ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ ഫലമായിട്ട് അവർക്ക് നേരിട്ട മാനസികമായ മെൻ്റൽ ടോർച്ചർ, അതേപോലെ ഇഞ്ചുറീസ്, അതേപോലെ ഇമോഷണൽ ഡിസ്ട്രസ്സിന് ആനുപാതികമായിട്ടുള്ളൊരു കോമ്പൻസേഷൻ കൊടുക്കാൻ പറഞ്ഞിട്ട് കോടതിക്ക് ഉത്തരവിടാവുന്നതാണ്. ഇപ്പം എന്താ പറയുന്നത്? മജിസ്ട്രേറ്റ് ഓൾസോ പാസ് ആൻ ഓർഡർ directing the respondent to pay compensation to the aggrieved woman. എന്തെല്ലാം കാര്യങ്ങൾക്ക്? ഫോർ ഇഞ്ചുറീസ്, അവർക്ക് വന്ന മുറിവിന്, അതേപോലെ അവർക്ക് വന്ന മെന്റൽ ടോർച്ചറിന്, അതേപോലെ ഇമോഷണൽ ഡിസ്ട്രസ്. അപ്പോൾ ചോദിക്കും കോമ്പൻസേഷനും മോണിറ്ററി റിലീഫും തമ്മിലുള്ള വ്യത്യാസം. മോണിറ്ററി റിലീഫിൽ സ്പെസിഫൈ ചെയ്തിട്ട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ലോസ് ഓഫ് ഏർണിങ്സ്, അതേപോലെ മെഡിക്കൽ എക്സ്പെൻസ്, ലോസ് ഡാമേജ് ടു എനി പ്രോപ്പർട്ടി, മെയിൻ്റെനൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നു. കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് നേരിട്ട് ആ ഇഞ്ചുറിക്ക് മറ്റേത് മെഡിക്കൽ എക്സ്പെൻസ് ആണ്. ഇതൊക്കെ അവരുടെ ഉണ്ടായ മെൻ്റൽ ടോർച്ചറിന്, അതേപോലെ അവർക്കുണ്ടായ ഇമോഷണൽ ഡിസ്ട്രസ്സിന്, അതായത് അതൊന്നും പൈസ എത്രയെന്ന് പറയാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കോടതിക്ക് ഡയറക്റ്റ് ചെയ്യാൻ റെസ്പോണ്ടന്റ് ടു പേ കോമ്പൻസേഷൻ ടു ദി അഗ്രീവ്ഡ് പേഴ്സൺ ഫോർ ഇഞ്ചുറീസ്, മെന്റൽ ടോർച്ചർ ആൻഡ് ഇമോഷണൽ ഡിസ്ട്രസ്. In case magistrate feel it is necessary and is satisfied that the respondent has caused domestic violence and may continue to do so in the future, also pass interim and ex parte orders. അതേപോലെ തന്നെ മജിസ്ട്രേറ്റിന് തോന്നുവാണ് the respondent has caused domestic violence and continue to do so in future, അതായത് ഫ്യൂച്ചറിൽ ഇതുപോലെ കാണിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്ന് കോടതിക്ക് തോന്നുന്ന പക്ഷം കോടതിക്ക് ഇന്റരിം ഓർഡറുകൾ, ഇടക്കാല ഉത്തരവുകൾ, അതേപോലെ എക്സ്പാർട്ടി ഓർഡേഴ്സ്, അയാളെ കേൾക്കാതെ കൂടി, അതായത് ഒരു ഭാഗം മാത്രം കേട്ടുകൊണ്ടും കോടതിക്ക് ഉത്തരവുകൾ ഇടാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഓർഡറുകളെ പറ്റി പറഞ്ഞത്. അതായത് 5 ടൈപ്പ് ഓർഡറുകളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യം ഇതാണ്: നമ്മുടെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം പറയുന്ന ഉത്തരവുകൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതെല്ലാം ഉത്തരവുകൾ ഉണ്ട്? പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ട്, റെസിഡൻസ് ഓർഡർ ഉണ്ട്, മോണിറ്ററി റിലീഫ് ഉണ്ട്, കസ്റ്റഡി ഓർഡർ ഉണ്ട്, കോമ്പൻസേഷൻ ഓർഡർ ഉണ്ട്. സെക്ഷനുകൾ നമുക്ക് പഠിക്കേണ്ടത് 18 തുടങ്ങി 18 ഉണ്ട്, 19 ഉണ്ട്, 20 ഉണ്ട്, 21 ഉണ്ട്, 22 ഉണ്ട്. അതാണ് ഇതിൽ പറയുന്ന ഓർഡറുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കോമ്പൻസേഷൻ ഓർഡറും മോണിറ്ററി റിലീഫും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്?
അതല്ലേ ഇപ്പൊ തൊട്ടു മുമ്പ് പറഞ്ഞത്. അപ്പൊ താൻ ഉറങ്ങുമായിരുന്നു അത് കേട്ടപ്പോ? മോണിറ്ററി മോണിറ്ററി റിലീഫും കോമ്പൻസേഷൻ ഓർഡറും, അത് ഞാൻ കൺഫ്യൂഷൻ വരുന്നതുകൊണ്ട് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മോണിറ്ററി റിലീഫിൽ ഈ കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്തു പറയുന്നു. അതായത് എന്തൊക്കെയാണ്? ലോസ് ഓഫ് ഏർണിങ്സിന്, അതേപോലെ മെഡിക്കൽ എക്സ്പെൻസുകൾ, അതേപോലെ ലോസ് ആൻഡ് ഡാമേജ് ഓഫ് എനി പ്രോപ്പർട്ടി, അതേപോലെ തന്നെ മെയിൻ്റെനൻസ് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. പക്ഷേ കോമ്പൻസേഷൻ ഓർഡറിലോ, കോമ്പൻസേഷൻ ഓർഡറിൽ പറയുന്നത് എന്താണ്? അവർക്ക് മാനസിക മെന്റൽ ടോർച്ചർ, ഇമോഷണൽ ഡിസ്ട്രസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അതായത് അവർക്ക് വന്ന ഇഞ്ചുറിക്കൊക്കെ ഇവിടെ എന്താണ്? അവർക്ക് ആ ഇഞ്ചുറി സംഭവിച്ചത് കൊണ്ടുള്ള മെഡിക്കൽ എക്സ്പെൻസ്, അതേപോലെ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത കാര്യങ്ങൾ, ഇവിടെയുള്ള മാനസിക സമ്മർദ്ദം ഒന്നും അതിൽ വരുന്നില്ല. ഒരു കോമ്പൻസേഷൻ കൊടുക്കാനായിട്ടാണ് കോമ്പൻസേഷൻ ഓർഡറിൽ പറയുന്നത്. അവർക്ക് എല്ലാ കാര്യങ്ങളും, അതായത് കോമ്പൻസേഷൻ ഓർഡർ കുറച്ചുകൂടി വൈഡാണ്. പക്ഷേ മോണിറ്ററി റിലീഫ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ലിമിറ്റഡ് ടു ദിസ് എന്നുള്ളതാണ്. മനസ്സിലായോ? മനസ്സിലായോ? കേൾക്കുന്നില്ലേ? ഇതില് കോമ്പൻസേഷൻ, നമ്മുടെ മോണിറ്ററി റിലീഫ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആണ്. ഈ പറയുന്ന കാര്യങ്ങൾ, ലോസ് ഓഫ് ഏർണിംഗ്, മെഡിക്കൽ എക്സ്പെൻസ്, ലോസ് ഓഫ് ഡാമേജ് ഓഫ് എനി പ്രോപ്പർട്ടി, മെയിൻ്റെനൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്തു പറയുന്നു. കോമ്പൻസേഷൻ ഓർഡർ എന്ന് പറഞ്ഞാൽ ആകെ ആയിട്ട് അവർക്ക് വന്ന ആ ഇഞ്ചുറിക്ക് ഉണ്ടായിരുന്ന നഷ്ടങ്ങൾ, അതേപോലെ തന്നെ അവർക്കുണ്ടായ മാനസിക പിരിമുറുക്കത്തിന് അല്ലെങ്കിൽ മെന്റൽ ടോർച്ചറിങ്ങിന്, അതേപോലെ തന്നെ അവർക്കുണ്ടായ ഇമോഷണൽ ഡിസ്ട്രസ്സിന് ആനുപാതികമായിട്ടുള്ളൊരു തുക തരാനായിട്ട് പറയാം. മറ്റേതെന്ന് വെച്ചാൽ അതല്ല, അവർക്കുണ്ടായ ആ ഏർണിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി പ്രൊട്ടക്ഷൻ ഓർഡർ കോടതി ഉത്തരവിട്ടു, ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ കൊടുത്തു, എന്നിട്ട് അതിൽ ബ്രീച്ച് സംഭവിക്കുവാണ് എന്ന് പറഞ്ഞാൽ, അതായത് പെനാൽറ്റി പറയുന്നുണ്ട്. ഇൻ കേസ് ഓഫ് ബ്രീച്ച് ഓഫ് പ്രൊട്ടക്ഷൻ ഓർഡർ, പ്രൊട്ടക്ഷൻ ഓർഡർ ബ്രീച്ച് ചെയ്യപ്പെട്ടാൽ എന്താണ്? ഇൻ കേസ് റെസ്പോണ്ടന്റ് ബ്രീച്ചസ് ദ പ്രൊട്ടക്ഷൻ ഓർഡർ ഗിവൺ ബൈ ദ മജിസ്ട്രേറ്റ്, he shall liable under this act and he shall liable with punishment, imprisonment up to term extending to 1 year or fine maximum 20,000 rupees. അതായത് ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ ഇട്ടു. എന്താ പ്രൊട്ടക്ഷൻ ഓർഡർ? നമ്മൾ പഠിച്ചു എന്താണ്. താൻ ഇനി അവരെ ജോലി സ്ഥലത്തൊന്നും പോയി ശല്യം ചെയ്യരുത്, അതല്ലെങ്കിൽ താൻ ഇനി ഡൊമസ്റ്റിക് വയലൻസ് കമ്മിറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ അബറ്റിംഗ് ഓർ എയ്ഡിങ് ദ ആക്ട് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ്, ഡൊമസ്റ്റിക് വയലൻസ് ചെയ്യുന്നതിന് സഹായങ്ങൾ ചെയ്യുകയോ പ്രേരിപ്പിക്കുകയോ ഒന്നും ചെയ്യരുത്. ഇതെല്ലാം പറഞ്ഞു. പക്ഷെ ഇയാൾ അതിന് വിപരീതമായിട്ട് പ്രവർത്തിച്ചു. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് പണിഷ്മെന്റ് ഉണ്ട്. അതായത് പ്രൊട്ടക്ഷൻ ഓർഡർ ബ്രീച്ച് ചെയ്യപ്പെട്ടാൽ പറയുന്ന പണിഷ്മെന്റ് പറയുന്നത് പണിഷ്മെന്റ് ഇംപ്രിസൺമെന്റ് അപ് ടു ദ ടേം എക്സ്റ്റെൻഡിങ് ടു 1 year. 1 year ഇംപ്രിസൺമെന്റ് ആ പറയുന്നത്. 1 വർഷത്തെ ഇംപ്രിസൺമെന്റ് പ്ലസ് 20,000 rupees ഫൈൻ, 20,000 രൂപ ഫൈനുമാണ് പറയുന്നത്. അപ്പൊ നോട്ട് ചെയ്യുക. അതായത് ഏതെങ്കിലും ഒരു റെസ്പോണ്ടന്റ് ഈ പ്രൊട്ടക്ഷൻ ഓർഡർ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് പറയുന്ന പെനാൽറ്റി, അവർക്ക് പറയുന്ന പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ 1 വർഷത്തെ തടവും 1 year ഇംപ്രിസൺമെന്റും 20,000 rupees ഫൈനുമാണ് പറയുന്നത്. 1 year ഇംപ്രിസൺമെന്റും 20,000 രൂപ ഫൈനുമാണ് അതിൽ കൃത്യമായിട്ട് പറയുന്നത്. അപ്പൊ ഈ ഒഫൻസ് കൈകാര്യം ചെയ്യുന്ന കോടതി എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റ് ഹു ഹാസ് പാസ്ഡ് ദ പ്രൊട്ടക്ഷൻ ഓർഡർ. ആരാണോ ആ പ്രൊട്ടക്ഷൻ ഓർഡർ ഇട്ടത് ആ മജിസ്ട്രേറ്റ് തന്നെയാണ് അത് കൈകാര്യം ചെയ്യാനായിട്ട് കൂടുതൽ. ഇതിപ്പോ മജിസ്ട്രേറ്റ് ഇപ്പൊ ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന രീതിയിൽ അത് കൂടുതലും ആസ് ഫാർ ആസ് പ്രാക്ടിക്കബിൾ ബി ട്രൈഡ് ബൈ സെയിം മജിസ്ട്രേറ്റ് എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിലും വിഷയമില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ അഭികാമ്യം ആരാണോ ആ പ്രൊട്ടക്ഷൻ ഓർഡർ ഇട്ട മജിസ്ട്രേറ്റ്, ആ മജിസ്ട്രേറ്റ് തന്നെ എന്ത് ചെയ്യണം? ആ കേസ് ട്രൈ ചെയ്യണം. ആ ഒഫൻസ് എന്ന് പറയുന്നത് ഏത് ഗണത്തിലാണ് വരുന്നത്? അത് കോഗ്നിസബിൾ ആണ്, നോൺ ബെയിലബിളുമാണ്. അപ്പൊ ആരെങ്കിലും ആ പ്രൊട്ടക്ഷൻ ഓർഡർ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസിന് മജിസ്ട്രേറ്റിന്റെ ഉത്തരവൊന്നും വേണ്ട, അത് അറസ്റ്റ് ചെയ്യാം. കോഗ്നിസബിൾ ഒഫൻസ് ആണ്, അതേപോലെ നോൺ ബെയിലബിളുമാണ്.
ജാമ്യം കിട്ടാത്തതുമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. അതായത് പ്രൊട്ടക്ഷൻ ഓർഡർ എന്ന് പറയുന്നത് ആരെങ്കിലും വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ പ്രൊട്ടക്ഷൻ ഓർഡർ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണിഷ്മെന്റ് പറയുന്നത് 1 year ഇംപ്രിസൺമെന്റ്, 1 വർഷത്തെ തടവും 20,000 രൂപ ഫൈനുമാണ് പറയുന്നത്. 1 year ഇംപ്രിസൺമെന്റ്, 20,000 ഫൈൻ ആണ് പറയുന്നത്. ഇനി രണ്ടാമത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇനി അത് ട്രൈ ചെയ്യുന്നത്, അങ്ങനെ ഒരു കേസ് വന്നാൽ അത് ട്രൈ ചെയ്യേണ്ട മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ആരാണോ ആ പ്രൊട്ടക്ഷൻ ഓർഡർ, ആരുടെ ഉത്തരവാണോ ഇയാൾ അവഗണിച്ചത്, ആ മജിസ്ട്രേറ്റ് തന്നെ കൈകാര്യം ചെയ്യുന്നതാണ്. ആസ് ഫാർ ആസ് പ്രാക്ടിക്കബിൾ ബി ട്രൈഡ് ബൈ ദ സെയിം മജിസ്ട്രേറ്റ്, ദ മജിസ്ട്രേറ്റ് ഹു പാസ് ദ പ്രൊട്ടക്ഷൻ ഓർഡർ. അതുപോലെ തന്നെ ആ ഒഫൻസിന്റെ സ്വഭാവം എങ്ങനെയാണ്? അത് കോഗ്നിസബിൾ ആണ്, അതേപോലെ തന്നെ നോൺ ബെയിലബിൾ ആണ്, ജാമ്യം കിട്ടാത്തതുമാണ്, അതേപോലെ കോഗ്നിസബിൾ ആയിട്ടുള്ള ഒഫൻസുമാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതാണ് പ്രൊട്ടക്ഷൻ ഓർഡർ വയലേറ്റ് ചെയ്താലുള്ള ശിക്ഷയും നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ആക്റ്റുകൾ പഠിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം. നമ്മൾ സെക്ഷനുകൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ സെക്ഷനുകൾ വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ഈ പ്രാവശ്യത്തെ ICDS അല്ല, അതിന് മുമ്പത്തുള്ള ICDS സൂപ്പർവൈസറിലൊക്കെ സെക്ഷനുകൾ കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം കണ്ടില്ല എന്ന് കരുതിയിട്ട് നമ്മൾ വരില്ല എന്നൊന്നും വിചാരിക്കരുത്, നമുക്ക് വരാം. അതേപോലെ വെൽഫെയർ ഓഫീസർ തസ്തികയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്തായാലും അവർക്ക് കൂടുതലും ലോയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യം ആ സിലബസിലുള്ള ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ സെക്ഷനുകൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്നും തള്ളിക്കളയരുത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലോ പഠിക്കുമ്പോൾ സെക്ഷനുകൾ പെട്ടെന്ന് മറന്നു പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് അത് എവിടെയെങ്കിലും കുറിച്ച് വെച്ചിട്ട് വീണ്ടും അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. അപ്പോൾ ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വീണു പോകുന്നതിലല്ല മഹത്വം, നമ്മൾ വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റ് വരാനായിട്ടുള്ള ഒരു ശ്രമം നമ്മളുടെ ഭാഗത്ത് നിന്ന്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇനി നീട്ടുന്നില്ല. എല്ലാവർക്കും, അതായത് നമ്മൾ എന്നും പ്രാർത്ഥിക്കാറുള്ളത് പോലെ ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാനായിട്ടുള്ളൊരു മാനസികാവസ്ഥ സർവശക്തനായ ഞാൻ ആരാധിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന തമ്പുരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകി നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാണ്. അതുപോലെ തന്നെ പലവിധ ദുഃഖങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും ദുരിതങ്ങൾ കൊണ്ടും ഒക്കെ ബുദ്ധിമുട്ടുന്നവർ നമുക്കിടയിലുണ്ട്, നമ്മുടെ ചുറ്റുപാടുമുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും സർവശക്തനായ ഞാൻ ആരാധിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന തമ്പുരാൻ എല്ലാവർക്കും അതിനുള്ള ശമനങ്ങൾ നൽകി എല്ലാവരെയും സൗഖ്യത്തിലാക്കി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുവാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും. ഓക്കെ. Thank you, sir.